അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വമയ്യഅശ അൽദിക്രിർ റഹ്മാൻ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, പടച്ചവന്റെ ദിക്റിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ, നിസ്കാരമില്ലാതെ ദിക്റില്ലാതെ നന്മയില്ലാതെ അകന്നകന്ന് ജീവിച്ചു പോയാൽ നുഖയ്യിദു ലഹു ശൈത്താന, അവന് വേണ്ടിയിട്ട് ഞാനൊരു ശൈത്താനെ നിശ്ചയിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഫഹുവ ലഹു ഖരീൻ, അവനവന്റെ കൂട്ടുകാരനായിരിക്കുമെന്ന് ഖുർആൻ. പെങ്ങളെ, ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസ് വരുന്നതാണ്. ചെറുപ്പക്കാരാ, ദിക്ർ ചൊല്ലിയില്ലെങ്കിൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസ് വരുന്നതാണ്. എന്റെ ചെർക്കലയിൽ വന്ന സഹോദരങ്ങളെ, നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും നിങ്ങൾക്ക് സമയം കിട്ടാതെ വന്നാൽ നിന്റെ അടുത്ത് കൂട്ടുകൂടാൻ ഇബ്ലീസിനെ തരുന്നതാണെന്ന് ഖുർആൻ. വഅന്നഹും യസുദ്ദൂനഹും അനിസ്സബീൽ, ആ ശൈത്താൻ നിങ്ങളെ നല്ല വടിയെത്തൊട്ട് തടയുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, എത്രയോ നല്ല നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ മനസ്സനുമതി തരാത്തൊരു ശൈത്താൻ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സ്ഥാനം വന്നതുകൊണ്ടാണ്. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ കൂട്ടുകാരനാക്കാറ്, അവനെ നിങ്ങൾ ശത്രുവാക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ എടുക്കുമ്പോ ആ മൊബൈലിന്റെ വിരൽത്തുമ്പോ മൊബൈലിന്റെ ചിത്രത്തിലേക്ക് അമർത്താൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. ഒരു ചെറുപ്പക്കാരൻ തസ്ബീഹുമാല എടുക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞവനെ കൊണ്ടുപോകുന്നത് ശൈത്താനാണ്. ഒരു ചെറുപ്പ മനോമകരത്തിന്റെ ഉള്ളറയില് ദിക്റില്ലാതെ, ഖുർആനില്ലാതെ, ഹിദായത്തില്ലാതെ, ഈമാനില്ലാതെ ജീവിക്കുമ്പോ അവന്റെ മനസ്സിനെ കീഴടക്കുന്നവന്റെ സഹോദരങ്ങളെ, അവന്റെ മനസ്സിനെ കീഴടക്കുന്നൊരു ശൈത്താനാണ്. നുഖയ്യിദു ലഹു ശൈത്താനാ. അതുകൊണ്ട് ഓരോ ഉമ്മമാരും ഓരോ വാപ്പമാരും അവരവരുടെ മക്കൾക്ക് സ്വഭാവമാറ്റം വരുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മോനെ ശൈത്താൻ കൂട്ടുകാരനായിരിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോ വന്നിരുന്ന മോനാണ്, ഖുർആൻ ഓതുമ്പോ വന്നിരുന്ന മോനാണ്, മഗ്‌രിബിന്റെ സമയത്ത് ദിക്ർ ചൊല്ലുമ്പോ കൂടെ വന്നിരുന്ന മോനാണ്. ഇപ്പോഴവൻ വരുന്നില്ല. ഇപ്പോഴവൻ വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല തമ്പുരാനെ. സങ്കടത്തോടെ പൊട്ടിക്കരയുന്നവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ശൈത്താൻ കൂട്ടുകാരനാവുകയാണ്. പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ശൈത്താൻ കൂട്ടുകാരനാകുമ്പോ സ്വഭാവം മാറുമെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഏറ്റവും അധികം ശൈത്താൻ ഇഷ്ടം കുഞ്ഞു കുട്ടികളെയാണ്. കുഞ്ഞു മക്കളെ ശൈത്താന് വലിയ ഇഷ്ടമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ തന്നെ 10 ശൈത്താൻ ആ കുഞ്ഞിന്റെ കൂടെ കുഞ്ഞിന് വേണ്ടി മാത്രം ജനിക്കുമെന്നാണ്. ഭാര്യ ഗർഭവതിയായിരിക്കുമ്പോ, അതുകൊണ്ടാണ് സൂറത്ത് മറിയം, ബദരിയത്ത് മാല, മജ്ലിസുൻ നൂറൊക്കെ ഓതാൻ പറയുന്നത് ഈ ശൈത്താനെ ഓടിക്കാൻ വേണ്ടിയാ. ഒരു കുഞ്ഞ് കരഞ്ഞു ഭൂമിയിലേക്ക് വരുമ്പോ 10 ശൈത്താൻ ആ കുഞ്ഞിന്റെ കൂടെ വരും. കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ശൈത്താൻ അകന്നകന്നു പോകും. ഇടത്തേ ചെവിയിൽ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്തോതുമ്പോ ശൈത്താൻ അകന്നകന്നു പോകും. എന്നാലും വരും. ഉറങ്ങിക്കിടക്കുമ്പോ കുഞ്ഞുങ്ങൾ കരയും. അത് ശൈത്താൻ പേടിപ്പിക്കുന്നതാണ്. ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 13 പ്രാവശ്യം ഓതി മന്ത്രിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. ചെറിയ പ്രായത്തിൽ തൊട്ടിൽ കിടന്ന് കരയുന്ന ഏത് കുഞ്ഞിന്റെ തലയിലും 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മന്ത്രിച്ചു കൊടുത്താൽ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തും. സഹോദരിമാരൊക്കെ പഠിച്ചു വെച്ചോ, നിസ്കാരം കൂടെ വേണം കേട്ടോ. ലഗ്നിസ് ഇട്ടുകൊണ്ട് മന്ത്രിക്കാൻ പോയിട്ട് കാര്യമില്ല. നിസ്കാരം വേണം, നല്ല ഈമാൻ വേണം, നല്ല തഖ്വ വേണം, പരമാവധി അള്ളാഹനെ ഭയന്ന് ജീവിക്കണം. എങ്കിലേ ഈ ഓതുന്നതിനൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഈ ഇബ്ലീസ് പെട്ടെന്ന് വശീകരിക്കും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാർട്ടൂനാണ് ശിവ എന്നാണ് അതിന്റെ പേര്. ശിവ അല്ലേ? അറിയില്ലേ ശിവ? അറിയില്ല? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അറിയാത്ത മക്കളാണെങ്കിൽ ഇനി അവരെ അറിയണ്ട. ഞാൻ പറയുന്നു, നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിനോട് താല്പര്യം വരുന്നത് എന്തുകൊണ്ടാ? ഒരു കൊച്ചുകുട്ടിയാണ് ഒരു സൈക്കിളിന്റെ പുറത്ത് വന്നിട്ട് കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. കൂട്ടുകാരൻ ചതിക്കുടി വീണുപോയാൽ ശിവാ അങ്ങനെ വിളിക്കും. അപ്പോ 4 ശിവാ
സൈക്കിളിൽ വെറുതെ ടണ്ടാ പറന്നു വന്നിട്ട് കൂട്ടുകാരനെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഈ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോ ഈ കാണുന്ന മക്കൾ വിചാരിക്കുന്നത് എന്താ, ഇങ്ങനെ ഉള്ള ഒരു സാധനം ലോകത്തുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ചെറുക്കളിലെ വാപ്പ സുഖമില്ല അടക്കുമ്പോ മോൻ പറയും, ശിവാ എന്റെ വാപ്പച്ചി രക്ഷപ്പെടുത്തണെന്ന് പറയും. ഒരു ശിവയും വരൂല. വാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശിവ സൈക്കിളിൽ വരണമെന്ന് നോക്കാൻ വേണ്ടി വീടിന്റെ മുമ്പ് പോയി കസേരയെ പ്രിയപ്പെട്ട മകൻ നോക്കിയിരിക്കും. വാപ്പ വെള്ളം കുടിക്കാതെ റൂമിൽ കിടന്ന് മരിക്കുകയും ചെയ്യും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. മക്കൾക്ക് വലിയ ഇഷ്ടമാണ് കാർട്ടൂൺ, വലിയ ഇഷ്ടമാണ് ഗെയിം, വലിയ ഇഷ്ടമാണ്. പക്ഷെ അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും വെച്ചിട്ട് നമ്മൾ അവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരെ ശൈത്താൻ കൊണ്ടുപോകും, ഉറപ്പാണ്. കുഞ്ഞുമക്കളെ ശൈത്താൻ വലിയ ഇഷ്ടമാണ്. എല്ലാ കുസൃതിയും എല്ലാ വികൃതിയും അവരുണ്ടാക്കി വെക്കും. ശൈത്താൻ അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. പക്ഷേ ആ പ്രായത്തിൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞവരുടെ മനസ്സിനെ മടിപ്പിച്ച് ശൈത്താൻ അവരിൽ നിന്ന് അകത്തിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആ മക്കൾ നമ്മുടെ കൈവിട്ടു പോകും. പൊന്നുമക്കൾ പോയാ നമ്മൾ നീറിയില്ലേ, 4 വയസ്സുള്ള മകളെ, 4 വയസ്സുള്ള പൊന്നുമോളെ മാനഭംഗപ്പെടുത്തിയിട്ട് വെളിയിൽ പറയാതെ വാപ്പ പൊന്നുമോളെ സൂക്ഷിച്ചു വെക്കുന്നു. നഴ്സറി പോണ വഴിയിൽ കാടത്തം മരവിച്ചുപോയ കാമവെറിയന്മാര് കൊത്തി തിന്നുപോയ പൊന്നുമോളെ ശരീരം പുറത്തു പറയാതെ. ഈ കാസർഗോഡ് ജില്ലയിലല്ലേ ഒരു പൊന്നുമോന്റെ ബീജം കൊണ്ട് ഉമ്മ ഗർഭവതിയായത്. പറയാൻ എനിക്ക് സങ്കടമുണ്ടല്ലാ, പറയാൻ എനിക്ക് ബേജാറുണ്ട് റബ്ബേ. ഉമ്മമാരെ, നമ്മുടെ മക്കളെ മര്യാദയ്ക്ക് വളർത്തണ്ടേ. ഈ മക്കൾക്ക് വൃത്തികെട്ട കൂട്ടുകെട്ടി നമ്മളല്ലേ ഉണ്ടാക്കി കൊടുത്തത്. നമുക്ക് നോക്കാൻ നേരമില്ലല്ലോ. അവൻ എവിടെ പോയി പഠിച്ചാലും നമ്മൾ ശ്രദ്ധിക്കൂല. അവന്റെ മനസ്സിന് സ്വഭാവത്തിന് മാറ്റം വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂല. അവരെ വിടാതെ കൊണ്ടു നടക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് എപ്പോഴും പറഞ്ഞിരുന്നതാണ്, ആയിഷ, മക്കയിലെ പ്രിയപ്പെട്ട മക്കൾക്ക്, മദീനയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം ആയിഷ. ആ പ്രിയപ്പെട്ട പിഞ്ചു മക്കൾക്ക് മധുര മനോഹരമായ കഥ പറഞ്ഞിട്ട് അവരടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെ അറിയിച്ചു കൊടുത്തവരെ ഈമാനുള്ളവരാക്കി മാറ്റണം. നേരമില്ലല്ലോ. നമ്മുടെ സഹോദരിമാർക്ക് അതിനൊന്നും സമയമില്ലല്ലോ. ദുനിയാവിന്റെ സുഖരസത്തിന് വേണ്ടി ഓടുമ്പോ അതിനൊന്നും സമയം കിട്ടാത്ത ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്വഭാവത്തിന് ചെറിയ ഒരു മാറ്റം വന്നാ പോലും അവന് മോശമായ കൂട്ടുകാരുണ്ടെന്ന് തിരിച്ചറിയുക. ചെറിയ ഒരു മാറ്റം വന്നാൽ പോലും മോശമായ കൂട്ടുകാരുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു നഴ്സറി സ്കൂളിൽ ഒരു കത്ത് പിടിച്ചു, പ്രേമക്കത്ത്. സുന്ദരിയായ കൂട്ടുകാരിക്ക് നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന 4 വയസ്സുകാരൻ എഴുതിയതാണത്രേ. രജനി, ഞാൻ നിന്നെ എന്നും നക്കാറുണ്ട്, നീ എന്താണ് എന്നെ നക്കാത്തതെന്ന്. ടീച്ചർ ചൂരലെടുത്ത് അടി കൊടുത്തിട്ട് പറഞ്ഞു, നല്ലതുപോലെ വായിക്കടാ. രജനി, ഞാൻ നിന്നെ എന്നും നോക്കാറുണ്ട്, നീ എന്താണ് എന്നെ നോക്കാത്തത്. സത്യത്തിൽ അവൻ എഴുതിയത് അങ്ങനെയാണ്. പക്ഷെ അക്ഷരാഭ്യാസത്തിനുള്ള പ്രായമാകാത്തത് കൊണ്ട് വന്നുപോയ പിഴകാണ്. എങ്കിലും അത് എഴുതാൻ അവന് മനസ്സ് കാണിക്കണല്ലോ. ഇങ്ങനെ വേണം, അങ്ങനെ ചെയ്യണം. ചെറിയ മക്കളെ വിളിച്ചിരുത്തിടല്ലേ നിങ്ങൾ ഈ ഒടുക്കത്തെ സീരിയലും മൊത്തവും കാണിച്ചു കൊടുക്കുന്നത്. ഏത് സീരിയലും ഏത് സിനിമയും സിനിമാ നടികൾ തുറന്നു പറച്ചിൽ നടത്തുന്നു ചാനലുകളിൽ. 15ാമത്തെ വയസ്സിൽ എന്നെ 3 പേര് കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി. വേറൊരു നടി പറയുന്നു 17ാമത്തെ വയസ്സിൽ എന്നെ 20 ആൾ ഒരുമിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയി വലിച്ചു കീറി. വേറൊരു നടി പറയുന്നു എന്റെ ശരീരത്തെ 40 ആള് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു പ്രിയപ്പെട്ട പെണ്ണ് 14 കോടി രൂപയ്ക്ക് തന്റെ കന്യകത്വം വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കാൻ. 14 കോടി രൂപയ്ക്ക് 18 വയസ്സുകാരി തന്റെ ശരീരത്തിൽ ആദ്യമായി ബന്ധപ്പെടാനുള്ള കച്ചവടം ഉറപ്പിച്ചു അത്രേ. നമ്മൾ ആ സഹോദരിയല്ല കാണാൻ ആഗ്രഹിക്കേണ്ടത്, ആ 14 കോടി കൊടുത്ത മഹാനുഭാവനെയാണ്. ആരായിരിക്കും അത്? ലേലം വിളിച്ചപ്പോ 14 കോടി വരെ കൂട്ടി വിളിച്ച ആ കഴുകൻ ആരായിരിക്കും? റബ്ബേ, നമ്മുടെ നാട്ടിലെ കഥയായി പറയണം. ഒരു ഭാഗത്തൊരു പെണ്ണു പറയുന്നു, ഞാൻ തോന്നുമ്പോ കുറിയിടും, ഞാൻ കണ്ടവന്റെ കൂടെ നിരങ്ങും, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, എന്നെ നിയന്ത്രിക്കാൻ മുസ്ലിം പണ്ഡിതന്മാരോ ഇമാമിങ്ങളോ ഉസ്താദുമാരോ ആരും വരണ്ട, തോന്നിയതുപോലെ ജീവിക്കും. മുസ്ലിം മക്കളെ, നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്ന് ഫേസ്ബുക്കിലൂടെ ഉപദേശം കൊടുക്കുമ്പോ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ പിടിക്കുന്ന പോലെ നിങ്ങളുടെ മക്കളെ ചേർത്ത് വെക്കണം. ഉമ്മ, വിട്ടുകൊടുക്കരുത്. നമ്മുടെ പെൺമക്കൾ നാശമായ നമുക്ക് സഹിക്കാൻ പറ്റൂല. കാസർഗോഡ് ജില്ലയിലെ സഹോദരിമാർക്ക് ഇച്ചിരി ഒരുക്കം കൂടുതലാണെന്ന് എനിക്കറിയാം. എവിടെയാണ് ഈ ഒരുങ്ങി പോകുന്നത്? അള്ളാഹു തന്ന പിരിയത്തെ ബ്യൂട്ടി പാർലറിന്റെ അകത്ത് പോയി പ്ലഗ് ചെയ്യുന്നത് എന്തിനാണ് പെങ്ങളെ? എന്തിനാണ്? എന്തെങ്കിലും ഉപയോഗം അതുകൊണ്ട് നിനക്കുണ്ടോ? എന്തു മോഡലുണ്ടോ അതൊക്കെ വാങ്ങി ശരീരത്തിൽ ആസ്വാദനത്തിന് വേണ്ടി പടർത്തി വിട്ടിട്ട് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടുന്നത്?
അല്ലാഹുവേ പടച്ചവനെ, 3 കഷ്ണം വെള്ളത്തുണി പൊതിഞ്ഞിട്ട് നമ്മളെ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ സുഹൃത്തുക്കളല്ലാ പൊതിഞ്ഞുകൊണ്ടുപോയി ആ പള്ളിപ്പറമ്പിന്റെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോഴല്ലാ, എവിടെ നിന്റെ മോഡലുകൾ, എവിടെ ബ്യൂട്ടീഷ്യൻ, എവിടെ പൊന്നുമോളെ? പുഴുക്കൾ ഇങ്ങനെ വരികയാണ്, ചിതൽ ഇങ്ങനെ വരികയാണ്, നിന്റെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ട് പോകുമ്പോഴല്ലാ, ഒന്നുമില്ല, നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. മനുഷ്യാനി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോ കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ, മനുഷ്യാനി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. എത്ര ആഡംബരം വന്നാലും എന്തൊക്കെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിനക്ക് ലഭിച്ചാലും അല്ലാഹുവിനെ മറന്നുള്ള കളിക്ക് നീ നിൽക്കേണ്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖൈറുമാ വശറുമാ ഉതിയ റജുലു, ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ശാപം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? ഫീ സൂറത്തിൻ ഹസനത്തി ഖുലിഖുസ്സൂ, നല്ല രൂപത്തിലുള്ള ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള കൂട്ടുകാരൻ അല്ലാഹു കൊടുക്കുന്നത് ഒരു മനുഷ്യന്റെ നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാണാൻ നല്ല മസിലുണ്ട്, നല്ല ഗ്ലാമറുണ്ട്, നല്ല ഭംഗിയുണ്ട്, ആര് കണ്ടാലും അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുത്തു പോകും. പക്ഷേ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മുഴുവനും വൃത്തികേടുകളാണ്. അങ്ങനെയുള്ളവർ ഈ ലോകത്ത് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നാശമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങള് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു ആതുരാലയം നടത്തുന്നുണ്ട്. എന്റെ ചെറുക്കളയിൽ വന്ന സഹോദരങ്ങളോട് പറയുന്നു, 18ഓളം വരുന്ന രോഗികൾ അവിടെയുണ്ട്. പ്രിയപ്പെട്ട നൗഷാദ് ബാഖവി, അല്ലാഹു എന്റെ കബറിന്റെ അകത്തൊരു ദുആ കിട്ടുന്ന ഏറ്റവും വലിയ സംരംഭത്തിന് വേണ്ടി ചെയ്തു തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ 18 18,000 രോഗികളെ കൊണ്ടുവന്നാലും തീരാത്തത്ര വിധത്തിൽ കേരളത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞ മക്കളാണ്. ആരോരുമില്ലാത്തവരധികരിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ആരുമില്ലാത്തവർ, സഹായിക്കാരുമില്ലാത്തവർ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങളൊക്കെ നാട്ടിൽ പ്രസംഗിക്കാൻ വരുന്ന ഒരു നിസാമുദ്ദീൻ ബാഖവി കടക്കൽ എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അതേ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന പള്ളിയുടെ മുമ്പിൽ പിരിവിന് വേണ്ടി വന്നിരിക്കുന്ന മാഹീൻ എന്ന് പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ച ഒരാളുണ്ട്, ബാഖവി നിങ്ങളൊന്ന് വന്നിട്ട്, നിങ്ങൾ തുടങ്ങിയ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിൽ ആരുമില്ലാത്തവരെ നോക്കാൻ വേണ്ടി തുടങ്ങിയതല്ലേ, അതുകൊണ്ട് അവരെ ഒന്ന് കൊണ്ടുപോയി നിങ്ങൾ അവിടെ ഭക്ഷണം കൊടുത്ത് നോക്കണം. ഞങ്ങൾ ചെല്ലുമ്പോൾ അവസ്ഥ എന്താണെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരോട് ഒരു അരോചകത്വവും എന്റെ സഹോദരങ്ങളെ നമുക്ക് തോന്നരുത്. ഏറ്റവും വലിയ സുഹൃത്തുക്കളായി അവര് തന്നെ മാറണം. അല്ലാഹുവേ, നീ ഇതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മാഹീൻ എന്നാണ് പേര്. കറുത്ത ശരീരമാണ്, ചെറിയ ചെറിയ ഉണ്ണികൾ ഇങ്ങനെ ശരീരം നിറച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട്. കണ്ടാൽ ഒരു അരോചകത്വം തോന്നും. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് 15 വർഷമായി. ആ സഹോദരൻ പറയുന്നു, എല്ലാ വെള്ളിയാഴ്ചയും ഈ പള്ളിയുടെ മുമ്പ് പോയി ഇങ്ങനെ യാചിക്കും. കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത ഒരാഴ്ച വരെ ജീവിതം തള്ളി നീക്കും. അല്ലാഹുവേ, അങ്ങനെ അവസാനം പൈസ കുറഞ്ഞു വന്ന്, രോഗം വന്നു, ശരീരം തളർന്ന്, നോക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ ഇസ്ലാം മതം കളഞ്ഞിട്ട് പഴയ മതത്തിലേക്ക് തന്നെ പോകാനെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവേ, ഞങ്ങളുടെ ചങ്ക് പൊട്ടിപ്പോയി. ഞങ്ങളൊക്കെ ഈ വാതു പറയുന്നത് എന്തിനാ? കാസർഗോഡ് ജില്ലക്കാർക്ക് ഇപ്പോഴും ഒരു തോന്നലുണ്ടാകും, ഞങ്ങൾ പണം മോഹിച്ച വാതു പറയുന്നവരാണെന്ന്. എന്റെ സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ ഈ വാതു പറയുന്നത് പാരാവാരം പോലെ ഈ പാതിരാത്രിയിൽ പഠിച്ചുകൂടുന്ന ഈ പ്രിയപ്പെട്ട ജനസാഗരം ഹറാമിലേക്ക് പോകല്ലേ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിനകത്ത് ഒരുമിച്ചിരിക്കണമെന്ന കൊതി കൊണ്ടാണ്. എപ്പോഴാണ് മരണം വരുന്നതെന്ന് പറയാൻ കഴിയാത്ത സഹോദരങ്ങളെ, രക്ഷപ്പെടാനുള്ള മോഹം കൊണ്ടാണ്. അതുകൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോകാൻ സഹായിക്കാൻ ആളില്ലാത്തത് കൊണ്ട് കൊതിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനെ കൊണ്ടുവന്ന്, ഞങ്ങളവിടെ സന്തോഷത്തോടെ റൂമുണ്ട്, വാടക കെട്ടിടമാണ്, ബെഡുണ്ട്, ഭക്ഷണമുണ്ട്, കുളിപ്പിക്കാൻ ആളുകളുണ്ട്, വസ്ത്രം ധരിപ്പിക്കാൻ ആളുകളുണ്ട്, പല്ല് തേച്ചു കൊടുക്കാൻ ആളുകളുണ്ട്, എല്ലാ കാര്യത്തിനും ആളുകളുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്.
ഇന്ന് ആ സഹോദരൻ പറയുന്ന എനിക്ക് സന്തോഷമാണ്, എനിക്ക് ആനന്ദമാണ്, എനിക്കൊരു വേദനയുമില്ല, എനിക്കൊരു ബേജാറുമില്ല, എനിക്കൊരു നൊമ്പരവുമില്ല. അത് പറയുമ്പോഴാണ് രോമാഞ്ചം ഉണ്ടാകുന്നത്. എന്റെ ചെറുക്കളയിൽ വന്ന സഹോദരങ്ങളോട് പറയുകയാണ്, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാർ വിചാരിച്ച സന്തോഷത്തോടെ നടക്കുന്നതാണ്. ഇവിടെ വന്ന ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് കഴിയുന്നു. ഈ മഹലിന്റെ പുരോഗതിക്ക് നിൽക്കാൻ ഇവർക്ക് കഴിയുന്നു. ഞാൻ ഈ പ്രിയപ്പെട്ട ചെറുക്കളയിലെ ഈ വാദം നടത്തുന്ന സംഘാടകരുടെ കാല് പിടിച്ചിട്ട് പറയാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നും എനിക്ക് വീടില്ല എന്ന് പറയുന്നവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സുവെച്ച രംഗത്ത് വരണം. അതിന് ഇവിടത്തെ ബഷീർ, അബ്ദുള്ള, അതുപോലെ തന്നെ ഗോവയിലെ സഹോദരങ്ങൾ, ഇവിടെ ഈ സ്റ്റേജിലിരിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, ഇവർക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്ന പണ്ഡിതന്മാർ, ഈ മഹലിന്റെ പരിപാലന സമിതിയിലെ സഹോദരങ്ങൾ, ഇവരൊക്കെ വിചാരിച്ച് നടക്കും. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെറുക്ക, പിന്നെ നമ്മൾ ആദ്യം അതിന് വന്ന ആ സ്ഥലത്തിന്റെ പേരെന്താ, ചോന്നോപ്പി, മറ്റേ സാഹിബിന്റെ പേരെന്താ, നമ്മളെ മുഹമ്മദ് അബ്ദുള്ള സാഹിബിന്റെ, ചെറുക്കള അബ്ദുള്ള സാഹിബിന്റെ നാട്ടില് ആദ്യം വാതു പറയുമ്പോ താഴെപ്പള്ളിയിൽ വാതിൽ വരുമ്പോ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നയാളാണ്. ഞാൻ പറയുന്നു, നമുക്ക് ഒരുമിച്ച് നിന്നാൽ കാസർഗോഡ് ജില്ലയിലെ കണ്ണീരൊപ്പാൻ വല്ലാഹി നമ്മളെ കൊണ്ട് സാധിക്കും. കാരണം എന്തെന്നറിയോ, ഇവിടുത്തെ ഈ വാദം നടത്തുന്ന സംഘാടകരെ ഞാൻ എന്റെ ഒരു സുഹൃത്തുക്കളോട് ഒരുപാട് പേരോട് പറഞ്ഞു. അവര് പറഞ്ഞത്, ഇവിടെ ഒരു ബക്കറ്റ് കളക്ഷൻ ഇല്ല, ഒരു പിരിവില്ല, മഹലിന് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വാതുകൊണ്ട് ആവശ്യങ്ങളൊന്നും അവർ നടത്തുന്നില്ല. ഇന്ന് ഈ ഭക്ഷണം നിങ്ങൾക്ക് തരുന്നത് എന്തിനാണെന്നറിയും, ഇതൊരു മരുന്നാണ്. ഇവിടെ ദിക്റും സ്വലാത്തും ചൊല്ലി അവസാനം ദ്വാരന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഇതിൽ നിന്ന് ഒരു നുള്ളു കഴിക്കുമ്പോൾ അതിന് ഉപകാരം ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് സഹകരിക്കുന്ന പോലെ ഇരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ചെറുക്കലയിലെ ഈ വിനീതന്റെ വാത് അള്ളാഹു തൗഫീഖ് തിരുമാറാകട്ടെ. സ്ഥലം കുറച്ചുകൂടി വിശാലമാക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അള്ളാഹു അതിന് ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ പ്രിയപ്പെട്ട സംഘാടകർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതവര് ചെയ്യുന്നത് പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ വന്നിരിക്കുന്നതും നീയത്ത് അങ്ങനെ തന്നെ ആക്കണം. ഞാൻ ഈ ആതുരാലയം നടത്തുന്നതും 10-18ഓളം വരുന്ന രോഗികളെ നോക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്. അവിടെ ഒരു പ്രിയപ്പെട്ട പെങ്ങള് രോഗിയായ ഉമ്മാക്ക് പല്ല് തേച്ചു കൊടുത്തപ്പോൾ, ആരുമില്ലാത്ത ഉമ്മയാണ്, ആ അവസ്ഥയൊന്നും അള്ളാഹു നിങ്ങൾക്ക് തരാതിരിക്കട്ടെ. ആ ഉമ്മ അവരോട് പറഞ്ഞു പത്രേ, നൗഷാദ് ഉസ്താദ് ശമ്പളം തരുന്നോണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ആ സ്റ്റാഫ് അവരോട് തിരിച്ചു പറഞ്ഞത്, ഒരിക്കലുമല്ല ഉമ്മ, ഞങ്ങളെ ഇന്റർവ്യൂ നടത്തുമ്പോ ഞങ്ങളെ ഉമ്മയെ പോലെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഞങ്ങൾക്ക് ചാർജ് തന്നിരുന്ന ആ പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞപ്പോ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ചെയ്ത ദുആ, അൽഹംദുലില്ലാ, നിങ്ങൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിനീതന്റെ ആ പ്രവർത്തനത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കെല്ലാം അതിന്റെ ഒരു പങ്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വാതിലേക്ക് മടങ്ങി വരുന്നു. ആ സമയത്ത് ഈ ഭക്ഷണം വിതരണം നടത്തുമ്പോൾ അത് വാങ്ങി കയ്യിൽ വെച്ചിരിക്കണം. ഭക്ഷണം തന്നു എന്ന് പറഞ്ഞാൽ വാത് കഴിഞ്ഞു എന്നല്ല, ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം, 1.5 മണിക്കൂർ വേണം. അതുകൊണ്ടാണ് അവർ ഇപ്പോഴേ അത് തുടങ്ങിയത്. എല്ലാവരുടെ ഭാഗത്തും അതെത്തുമ്പോൾ വാങ്ങി സുരക്ഷിതമായി വെച്ചിരിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ദുആരക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ സ്നേഹസാഗരം എന്ന ആതുരാലയത്തിന്റെ കീഴിൽ ഒരു സ്നേഹജാലകം എന്ന ഒരു പ്രസിദ്ധീകരണം ഞാൻ ഇറക്കിയിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അത് എനിക്കതിനെ കുറിച്ച് പറയുമ്പോൾ സങ്കടമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോ. അതുകൊണ്ട് ഒരു 4-5 ലക്ഷം രൂപയോളം ഇപ്പോ ആ പ്രസിദ്ധീകരണം ഇറക്കിയിട്ട് കാശ് കിട്ടിയിട്ടുണ്ട്. 2 പ്രിയപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കുറെ എല്ലാവരും രോഗികളാണ്, ആരും നോക്കാനൊന്നും ഇല്ലാത്തവരാണ്, ഒറ്റയ്ക്ക് കഴിയുന്നവരൊക്കെയാണ്. അത് ഈ പ്രസിദ്ധീകരണത്തിലൂടെ കിട്ടിയതാണ്. ഇൻഷാ അല്ലാഹ് ഒരു 15-20 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തകർ ആ പ്രസിദ്ധീകരണം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് വരും. താല്പര്യമുള്ളവർ ഒരു 100 രൂപ കൊടുത്ത് അതൊരെണ്ണം വാങ്ങിയാൽ അൽഹംദുലില്ലാഹ് അവിടുത്തെ ആ 10-18 രോഗികൾക്ക് ആരുമില്ലാത്തവരാണ്. മതൊന്നും വ്യത്യാസമൊന്നുമില്ല. ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ എല്ലാ മാസവും 11-ാം തീയതി മജ്ലിസുൻ നൂറും ദുആയും പ്രസംഗവും അവിടെയുണ്ട്. അതിന്റെ ഒരു ദുആ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അല്ലാഹു അതിൽ ഭാഗവാക്കാക്കുന്നവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ഞാനത് പറയാൻ കാരണം, അവിടെ ഒരു ഉമ്മ വന്നിട്ട് തന്റെ മകനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞു. ഉസ്താദേ, അവനൊരു സ്വഭാവ ദൂഷ്യമില്ലായിരുന്നു, നല്ല മകനായിരുന്നു അവൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനും എവിടെയെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ പൊന്നുമോൻ ഏത് രാജ്യത്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല.
അല്ലാഹുവേ ആ ഉമ്മ പറയുന്നതെന്തെന്നറിയോ? ചെറുക്കളയിലെ മാതാപിതാക്കളെ പോലെ മക്കളെ ഒരുപാട് സ്നേഹിച്ച ഉമ്മയാ. ചെറുക്കളയിലെ ഉമ്മയെ പോലെ മക്കളെ വല്ലാതെ സ്നേഹിച്ച ഉമ്മയാണ്. ഒരാള് പോലും അപാകത പറയാത്ത പൊന്നുമോനായിരുന്നു. നല്ല സ്വഭാവമുള്ള, നല്ല ഇബാദത്തുള്ള, നല്ല സൽക്കർമ്മകാരിയായ പൊന്നുമോനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ പ്രിയപ്പെട്ട ഉമ്മാടെ വീട്ടിലേക്ക് നാട്ടിലെ പോലീസ് വാഹനം വന്നു നിൽക്കുകയാണ്. സ്റ്റേഷൻ എസ് ഐ ഇറങ്ങി വന്നിട്ട് ഉമ്മയുടെ പൊന്നുമോൻ അന്വേഷിക്കുമ്പോ ആ ഉമ്മ നെഞ്ചപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് എന്റെ മോനെ അന്വേഷിക്കുന്നത്? ഇന്ന് വരെ ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത എന്റെ പൊന്നുമോനെ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ എസ് ഐ പറയുന്നത് കണ്ടോ, സുബ്ഹാനല്ലാഹ്, ഒരു കൊലപാതകിയായിട്ട് പൊന്നുമോനെ മാറിയിരിക്കുന്നു എന്നാണ്. ഉമ്മ ദേഹം തളർന്നു വീഴുന്നു, വാപ്പ നെഞ്ചുപൊട്ടി മരണപ്പെടുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പൊന്നുമോന്റെ മധു പറഞ്ഞ വാപ്പയാ. നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും പൊന്നുമോന്റെ മധു പറഞ്ഞ വാപ്പയാ. അല്ലാഹുവേ, നെഞ്ചുപൊട്ടി മരണപ്പെട്ടു പോയി. കൊലപാതകത്തിലേക്ക് എങ്ങനെ പൊന്നുമോനെത്തിയെന്ന് പ്രിയപ്പെട്ട ഉമ്മാക്ക് പോലീസുകാർ പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? തന്റെ നാട്ടിലുള്ള കൂട്ടുകെട്ടവനില്ല, നാട്ടിലുള്ള പള്ളിയുമായി ബന്ധമില്ല, ബന്ധമുള്ളവരെല്ലാം വിദേശത്തുള്ള സുഹൃത്തുക്കളാണ്. ഫോണിലൂടെ അവര് വിളിക്കുന്നു, ബിസിനസ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തു പോകുന്നു. സുബ്ഹാനല്ലാഹ്, മംഗലാപുരത്തും കർണാടകയിലും ഉടുപ്പിയിലും ഒക്കെ ധാരാളം കൂട്ടുകാരവനുണ്ടായിരുന്നു. ആ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് കഞ്ചാവിനും കള്ളിനും വേണ്ടി, ലഹരിക്കും വേണ്ടി നിലകൊണ്ടപ്പോ അവസാനം അതാ ഒരു കൊല നടത്തേണ്ടി വന്നു. തന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് തടസ്സം നിന്നവന് 7 കൂട്ടുകാർ കൂടിയിട്ട് കടുപ്പറത്തപ്പോ അതിലൊന്നാമനായി നിന്നത് ഹജ്ജിന് പോയ പ്രിയപ്പെട്ട ഉമ്മാടെ പൊന്നുമോനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദേ, ജയിലറയിലേക്ക് 24ാമത്തെ വയസ്സിലാണ് എന്റെ പൊന്നുമോനെ കൊണ്ടുപോയത്. പിന്നെ അവന് പുരോഗതി നേടിയിട്ടുണ്ടോ? അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? അവൻ ഇപ്പോഴും ഞങ്ങളോടൊപ്പം കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പറയുന്നു, അവന്റെ നശിച്ച കൂട്ടുകെട്ടാണ് അവനെ നശിപ്പിച്ചത്. അവന്റെ നാശം പിടിച്ച കൂട്ടുകെട്ടാണ് അവനെ നശിപ്പിച്ചത്. എന്റെ ചെറുക്കളയിൽ വന്ന ചെറുപ്പക്കാരാ, നിന്റെ നാശം പിടിച്ച കൂട്ടുകെട്ട് നിന്നെ നശിപ്പിക്കുമെന്നുറപ്പാണ്. ആ കൂട്ടുകെട്ട് നിനക്ക് തരുന്നത് ഇബ്ലീസാണ്. അവൻ ആദ്യം നിന്റെ കൽബിന്റെ അകത്തേക്ക് പതിഞ്ഞു വരികയാണ്. അല്ലാഹുവേ, വൃത്തികേടുകൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, ആദ്യമായി കള്ളുകുടി അവസാനിപ്പിക്കുക, രണ്ടാമത് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കാണുന്നത് അവസാനിപ്പിക്കുക, കാമുകിമാരെ പേടിയെത്തുന്ന കാമം തേടിയുള്ള യാത്രകൾ അവസാനിപ്പിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നല്ല സുഹൃത്തുക്കളാകാൻ, നല്ല കൂട്ടുകാരാവാൻ ആഗ്രഹിക്കുക. അല്ലാഹുവേ, നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളൊരു 4-5 കൂട്ടുകാരാണ് ആതുരാലയം നടത്തുന്നത്. നിങ്ങളുടെ മുന്നിൽ പ്രസിദ്ധീകരണം കൊണ്ടുവരാൻ വെള്ളിയാഴ്ച നിങ്ങൾ കാണുന്ന അൽ ജവാബ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനകത്തെ പിന്നെ കുറെ ദിക്റും ദുആയൊക്കെ അതിനകത്തുണ്ട്, കുറെ സംശയങ്ങളുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ലാതെ ഒരു മകൻ ഹാഫിളായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആ മോന്റെ ചരിത്രം, തഴൂസ്ഥാന്റെ ചരിത്രം, കൊമ്പ് വെപ്പിക്കുന്നതിന്റെ ഇസ്ലാമീയത, അതുപോലെ ഒരുപാട് ആനുകാലികമായ വായനയൊക്കെ അതിനകത്തുണ്ട്. അൽഹംദുലില്ലാഹ്, നിങ്ങള് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോ കടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആതുരാലയം ഒന്ന് സന്ദർശിക്കണം. നിങ്ങൾ പൈസ ഒന്നും അവിടെ തരണ്ട, പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ടിട്ട്, നമ്മളെ മുസ്ലിങ്ങളല്ലേ, അവര് വേറെ ഏതെങ്കിലും മതക്കാര് കൊണ്ടുപോയി അവിടുത്തെ ആരാധന പഠിപ്പിച്ച് അവരെ മതം മാറ്റിയ നമ്മൾ ഉത്തരവാദിത്വം പറയണ്ട. കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഇവിടുത്തെ സുഹൃത്തുക്കളോട്, അദ്ദാദ് സലീമിനോടോ, ചെറുക്കൽ അബ്ദുള്ള സാഹിബിനോടോ, ബഷീറിനോടോ, അബ്ദുവിനോടൊക്കെ നിങ്ങൾ പറയുന്നു, ഉസ്താദിന്റെ ആതുരാലയത്തെ ഞങ്ങൾക്കൊരു രോഗിയെ കൊടുക്കാനുണ്ട് കാസർഗോഡ് നിന്ന്, ആരും ഇല്ലാത്ത ഒരാളാ, കൊണ്ടുപോയി നോക്കാൻ പറയണമെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കും, ഒരു വിഷമവും അവർക്ക് കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു രോഗിക്ക് പല്ല് തേച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി പെരുന്നാളിന് ഭക്ഷണം കഴിക്കലുണ്ട്. എന്റെ മക്കളെ, രോഗികൾ മക്കളെ എന്നാണ് വിളിക്കുന്നത്. അള്ളാഹു മരണപ്പെട്ടു പോയ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോന് ആ രോഗികളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലെ ഏറ്റവും നല്ല ഉന്നത സ്ഥാനം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരുപാട് കാസർഗോഡ് ജില്ലക്കാരെ നോക്കി. എന്റെ വീട്ടില് എന്റെ മോൻ മരണപ്പെട്ടപ്പോ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളെ ഞാൻ പ്രതീക്ഷയോടെ നോക്കി, ആരൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കാലം വാതു പറഞ്ഞ നാടല്ലേ, ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കുറെ സമയം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ഞാൻ പ്രതീക്ഷിച്ചവരൊക്കെയും വന്നു.
നമ്മുടെ മനസ്സിലൊരു സങ്കടം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെട്ടവരെയും കാണുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സമാധാനമാണ്. എന്റെ ഈ വന്നിരിക്കുന്ന ജനസാഗരത്തിനോട് പറയാൻ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കണം. വേറെ വെറുപ്പും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെക്കാതെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം. സന്തോഷത്തോടെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലേ? കാഞ്ഞങ്ങാട് മഹർ എന്ന് പറയുന്ന ഒരു സംഘാടകരോട് നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ വെറുപ്പുണ്ട് എന്ന് എനിക്കറിയാം. ആരും വെറുക്കരുത്. അന്നത്തെ സാഹചര്യത്തിൽ കുറെ വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ, പാവപ്പെട്ട പെമ്മക്കളെ കല്യാണം നടത്തി കൊടുക്കാൻ, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, രോഗികളെ നോക്കാൻ അവര് പരിശ്രമിക്കുന്നെങ്കിൽ, അതുപോലെ ഞാൻ മെനിങ്ങാന്ന് കാഞ്ഞങ്ങാട് കല്ലൂരാവിയിൽ പ്രസംഗിച്ചു, അവര് പരിശ്രമിക്കുന്നെങ്കിൽ, മംഗലാപുരത്തും കർണാടകയിലും ആയിരക്കണക്കിന് ആളുകൾ അവര് പരിശ്രമിക്കുന്നെങ്കിൽ നമ്മൾ അവരെ പിന്തുണയ്ക്കണം. കാരണം എപ്പോഴാണ് നമ്മൾ മറിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. നമ്മളൊന്ന് വീട്ടിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നു പോയാൽ ആരും ഉണ്ടാവൂല. അള്ളാഹുവേ, അങ്ങനൊരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അങ്ങനൊരവസ്ഥ ഈ മനോഹരമായ ചെറുക്കളയിൽ വന്ന് ആർക്കും നീ കൊടുക്കരുതല്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുമക്കളും പിറന്നു വീഴുന്നത് ആരെയും സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സോടുകൂടിയാണ്. ആ മനസ്സിലേക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞ് നല്ല കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നല്ല സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു കൊടുത്തിട്ട് മാതാപിതാക്കളുടെ ബാധ്യതയാണ് നല്ല നന്മയുണ്ടാക്കി കൊടുക്കുക എന്നത്. ഇല്ലെങ്കിലും നീ കുളിക്കാൻ കയറുമ്പോ 10 വയസ്സുകാരൻ രഹസ്യ ക്യാമറ ബാത്റൂമിനകത്ത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യം വരും. അത് വിദൂരമല്ല. വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ നഗ്നത കണ്ട് ആസ്വദിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ അരുമ മക്കളെ മാറ്റല്ലേ അല്ലാ. അതിന്റെ എല്ലാം പുറകില് പ്രിയപ്പെട്ടവരെ മോശമായ കൂട്ടുകെട്ടാണ്. അതിന്റെ എല്ലാം പുറകിൽ മോശമായ കൂട്ടുകെട്ടാണ്. റഹ്മാനായ അല്ലാഹുവേ, നീ കാക്കണേ അല്ലാ. നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കുമ്പോ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഗെയിം കളിക്കുമ്പോ, അല്ലാഹുവേ, കാർട്ടൂൺ കാണുമ്പോ അതിനകത്തേക്കുള്ള ഹറാമിയത്തുകൾ കാണാൻ അവർക്ക് നിങ്ങൾ അവസരം കൊടുക്കരുത്. കുഞ്ഞുമക്കളല്ലേ ഉസ്താദേ, അവർക്കതൊന്നും അറിയില്ല എന്ന് പറയരുത്. എല്ലാ സംഭവങ്ങളും, മൊബൈലിന്റെ സർവ്വ സംഭവങ്ങളും ആ പ്രിയപ്പെട്ട മക്കൾക്കറിയാം. എത്ര ലോക്കിട്ടാലും തുറന്ന് അകത്ത് കയറി വാപ്പാക്കും ഉമ്മാക്കും ലോക്കിടാൻ പഠിച്ചവരാണ് നമ്മുടെ മക്കൾ. എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഒരിക്കലും നിങ്ങൾ ആ വിഷയത്തിൽ ഇതാവരുത്. എന്റെ ഇപ്പോഴത്തെ മക്കളുടെ ഒരു ബുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ, എന്റെ പൊന്നുമോൻ പണ്ട് ഒരു ഗുളിയ കഴിക്കാൻ വലിയ പ്രയാസം. ഇപ്പൊ എന്റെ ഏറ്റവും ഇളയ മോന് സുഖമില്ല എന്ന് പറയും, നിങ്ങൾ ദ്വാരക്കണം. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങനെ മക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു ആശങ്കയാണല്ലോ മനസ്സിലെപ്പോഴും. അപ്പൊ ഗുളിയ കഴിക്കൂല അവൻ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, ഗുളിയ കൊടുത്താൽ അവൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് വെള്ളം കുടിക്കും. പക്ഷെ അത് തറയിൽ പോകും, നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മുടെ മക്കൾക്കൊക്കെ ആ രീതിയിലുള്ള കൃത്രിമ ബുദ്ധി കൂടുതലാണ്. അപ്പോ ഈ മരണപ്പെട്ടു പോയ മോനുണ്ടല്ലോ, അവനൊരു ഗുളിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഭാര്യയും കൂടിയിട്ട് കുറെ ശ്രമം നടത്തി, കഴിക്കൂല. അവസാനം ഞാൻ പറഞ്ഞു, എന്റെ വാപ്പ ഈ ആടിന് മരുന്ന് കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആടൊക്കെ വീട്ടിലുള്ളവർക്ക് മരുന്ന് കൊടുക്കുന്നത് പഴത്തിനകത്ത് ഗുളിയ വെച്ചിട്ട് എന്ത് ചെയ്യും, ആടിന്റെ ബാക്കിയകത്ത് ഇങ്ങനെ കയറ്റി വെച്ചു. അങ്ങനെയാണ് ചെയ്യണം. അപ്പൊ ആ ഒരു പരിപാടി കൊള്ളാലോ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു, മോന് പഴം വലിയ ഇഷ്ടമാണ്. അപ്പൊ പഴം ഇങ്ങനെ അകത്ത് വെച്ചിട്ട്, ഗുളി അകത്ത് വെച്ചിട്ട് പഴം ഇങ്ങനെ മോന് കൊടുക്കാം. അപ്പൊ പഴം കഴിക്കുമ്പോൾ ഗുളി അകത്ത് പോലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാ. പക്ഷെ സംഭവം നമ്മളങ്ങനെ ചെയ്തു. ഭാര്യയ്ക്ക് സന്തോഷമായി, നല്ല ഐഡിയ ആണ്, അൽഹംദുലില്ലാ. അങ്ങനെ പഴം കൊടുത്തിട്ട് തൊലി ഇങ്ങനെ കളഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനെ പഴം പൂർണ്ണമായിട്ട് കഴിച്ചല്ലോ. കഴിച്ചു. പിന്നെ ഇത് കളയാൻ പോണത് എന്താ? കളയാൻ പോകുന്നത് തൊലിയാണ് വാപ്പ. പിന്നെ ഈ പഴത്തിനകത്തൊരു ചെറിയൊരു കുരു ഇരുന്ന് അതും കൂടെ കളയാന്ന് വിചാരിച്ചു. ഇതാണ് മക്കള്. ഈ സൈസാണ് സാധനങ്ങൾ. ഈ സൈസാണ് സാധനം. നിങ്ങളുടെയൊക്കെ മുമ്പില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ മക്കളാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് അവരെ ഹാഫിളാക്കാൻ പറ്റും, പെട്ടെന്ന് വരെ മര്യാദയുള്ളവരാക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് വരെ നശിപ്പിക്കാനും പറ്റും. ആ നശിപ്പിക്കുന്നതിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മളോട് ചേർത്ത് നിർത്തണം, നമ്മളെ കൂടെ നിർത്തണം. ഉമ്മയുടെ മഹത്വം പറഞ്ഞു കൊടുക്കണം. ഇവിടെ കാസർഗോഡ് എത്രയോ മക്കൾ സ്റ്റേജിലേക്ക് കയറുമ്പോ, അല്ലാഹുവേ പടച്ചവനെ എന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറയുന്ന മക്കളുണ്ട്. അതാണ് ശരി. വാടേ, നീ അവിടെ നിൽക്കുന്ന എന്താ? ആ പുതിയാപ്പിള വന്നാ ശാരദ, ഇങ്ങോട്ട് വാ, വന്ന് ജനങ്ങൾ പുതിയാപ്പിള കാണട്ടെ. നമ്മള് പുതിയാപ്പിളയാ, പള്ളംകൂട്. കുടുംബജീവിതത്തിൽ അള്ളാഹു ബറക്കത്തും ഐശ്വര്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പടക്കൊന്നും പൊട്ടിച്ചില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ചെന്നിരിക്കും.
അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ല, കല്യാണത്തിന് ഇപ്പോൾ സാധാരണ കൊണ്ട്, പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഒരു കല്യാണത്തിന് പോയി, വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട മുസ്തഫ ഉദവി ആക്കോട് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിയുമ്പോൾ കക്കടിപ്പുറ ഉസ്താദിന്റെ വചനം പോലെ ഈത്തപ്പഴവും ഒരു തേങ്ങ കഷണവുമാണ് കിട്ടിയത്. അത് കഴിച്ചു. പിന്നെ ആഡംബരമൊന്നുമില്ല, നല്ല സന്തോഷമായിരുന്നു. ഇനി വേറൊരു ദിവസം ആഡംബരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇന്നെന്തായാലും ഭംഗിയായിരുന്നു. ഇപ്പൊ എല്ലാം കല്യാണം പല ദിവസങ്ങളായതുകൊണ്ട് അറിയാൻ പറ്റൂല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ കാര്യങ്ങളും ബറക്കത്തിലാക്കി തരുമാറാകട്ടെ. അപ്പൊ കുഞ്ഞുമക്കളുടെ ആ ഒരവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്നറിയോ, മൊബൈൽ എപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ 24 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടാവും. ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ മറച്ച് പോകുന്ന ചെറുപ്പക്കാരാ, എപ്പോഴും ഹറാമ കണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, എപ്പോഴും അനാശാസ്യം കണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് ചെറുക്കടയിലും കാലങ്ങാണ് കാസർഗോഡും പള്ളംകോടുമല്ല സ്റ്റാൻഡിലും അതുപോലെ കച്ചവടത്തിണ്ടെങ്കിലും കാത്തിരുന്നുകൊണ്ട് സുന്ദരികളായി ഒരുങ്ങി പോകുന്ന തരണീമണികളെ നോക്കി അസൂയപ്പെടുന്ന കാമക്കണ്ടുള്ള ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകളിൽ അല്ലാഹു നരകത്തിന്റെ കനൽക്കട്ട കൊണ്ട് നിറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളെ, കൂട്ടുകെട്ട് മോശമാകുമ്പോഴാണ് പെൺകുട്ടികളെ കാണാൻ വേണ്ടി തോളത്ത് കൈയിട്ടുകൊണ്ട് ഒരുമിച്ച് കൂട്ടുകാർ പല സ്ഥലത്തും പോകുന്നത്. കാസർഗോട്ടെ ഷോപ്പിംഗ് മോളിന്റെ ഉള്ളറയിൽ സുബ്ഹാനല്ലാ കാമുകിമാരുമൊത്ത് ഷോപ്പിംഗ് നടത്തി കറങ്ങുന്ന ചെറുപ്പക്കാരാ. ഇന്ന് ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ കള്ളിന്റെ ഷോപ്പുണ്ട്, സിനിമയുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, എല്ലാമുണ്ട്. അതിന്റെ അകത്ത് സർവ്വതെമ്മാടിപ്പരത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഒരാണും പെണ്ണും ഷോപ്പിംഗ് മാളിന്റെ അകത്തേക്ക് രാവിലെ കടന്ന പാതിരാത്രി 12 മണി വരെ അതിന്റെ അകത്ത് കറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ അകത്ത് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കറങ്ങാൻ പോകുന്നുണ്ട്. എങ്ങനാ പോകുന്നതെന്ന് കാസർഗോഡ് ജില്ലയിൽ ഉമ്മ നിനക്കറിയോ? എങ്ങനാ പോകുന്നത്? പുതിയ രീതിയിൽ തട്ടം മറിക്കാൻ നമ്മുടെ പെങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുഖം മറക്കലാണ്. ഇങ്ങനെ കയറിയിരിക്കും, ബൈക്കിന്റെ പുറകിരിക്കും, അങ്ങനെ എല്ലാ പെമ്മക്കളും ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ കാണുന്നവർ വിചാരിക്കും, ഓ പെമ്മക്കളൊക്കെ നല്ല ഈമാനുള്ളവരായി, പടച്ചവനെ മുഖം മറച്ചിട്ടല്ലേ ഒരു പോണം. മുഖം മറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് ആരും അറിയരുത്. എല്ലാ ഷോപ്പിംഗ് മാളിലും ഇങ്ങനത്തെ ഒരു 10 എണ്ണം കാണും, മലക്കുകളെ പോലെ. ഏത് ഷോപ്പിംഗ് മാളിൽ ചെന്നാലും ഇങ്ങനത്തെ ഒരു 10 എണ്ണം. തിയേറ്ററില്, ഉത്സവപ്പറമ്പില്, സർക്കസിന്റെ അകത്ത്, പൂരപ്പറമ്പില്, അഴിഞ്ഞാട്ടത്തില്, ഫെസ്റ്റിവലും നടക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഇതുപോലുള്ള ഒരു 10-20 എണ്ണം വരുന്നത് ഉമ്മയെയും വാപ്പയെയും പറ്റിച്ച് കാമുകന്റെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടി വരുന്നവരാണ്. ഇതിന്റെ കൂട്ടത്തിൽ വല്ലാഹി റബ്ബ് സത്യം, ഇന്ന് ചെറുക്കടയിൽ വന്ന ഒരു പൊന്നുമോള് പോലും ഉണ്ടാവരുത്. അല്ലാഹുവേ, ആ മക്കളെ നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. 8-ാം തീയതി, മെയ് മാസം 8-ാം തീയതി ഫലസ്തീനിൽ പോകുന്നു ഫ്ലൈ ഹിന്ദ് ട്രാവൽസിന്റെ കൂടെ 15 ദിവസം. റാബിയത്തുൽ അദവിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ഖബർസ്ഥാനിലൊക്കെ പോകും. ഉദിത്ത് റബ്ബൽ ഏകൽ പോലെ തോനീബാദത്തെ ഉദിപ്പെടാ ജ്ഞാനം പലേതും ന്യായമാൽ പടീത്തേ ഉദിപകലിലൊക്കെയും നൽ നോമ്പതും പീഡീത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളിതിടും സദത്തെ ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിഉം മുഫല്ലലു മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഉൻ സഅദുല്ലാഹ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു അന്യപുരുഷന് തന്റെ ശരീരത്തിന്റെ ഭാഗം തുറന്നു കൊടുക്കാത്ത മഹദിയായ നഫീസത്തുൽ മിസ്രിയ, ഒരു അന്യപുരുഷന്റെ കൂടെ കറങ്ങി നടക്കാറ് ഇസ്ലാമിക ലോകത്തിന്റെ അത്ഭുത ചരിത്രം തിരിച്ചുപോയ രാജകുമാരിയെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നാരപ്പെങ്ങളെ, 16ഉം 17ഉം 18ഉം ഒക്കെ വയസ്സിലേക്ക് കടന്നു വന്നിട്ട് ഒരിക്കലും ഹറാമിയത്തിന്റെ ചിന്ത കൊണ്ട് പോവല്ലേ പെണ്ണേ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദേ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപക്കറകളൊക്കെ വന്നുപോയി. ഇനി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് കൂടി പറഞ്ഞു തരിക. ഒരുപാട് മോശമായ കൂട്ടുകെട്ടുകൾ വന്നുപോയി, ഒരുപാട് വൃത്തികെട്ട സൗഹൃദങ്ങൾ ഉണ്ടായിപ്പോയി, കള്ളുകുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി. എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അല്ലാഹ്
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ, നല്ല കൂട്ടുകെട്ടിന് വേണ്ടി പറയുന്ന മാർഗം സ്വീകരിക്കുക. ഒന്ന് ദിക്ർ ചൊല്ലുക, രണ്ട് പടച്ചവന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ദ്വാരക്കുക. ഇനി ആ മോശമായ കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോവില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക. പക്ഷേ അള്ളാഹു പാപം പുറത്തു കൊടുക്കാത്ത ഒരു കൂട്ടുകാരനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര കരഞ്ഞാലും അല്ല പാപം പൊറുക്കാത്ത ഒരു കൂട്ടുകാരനുണ്ട്. എത്ര തൗബ ചെയ്താലും അല്ല സ്വീകരിക്കാത്ത ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ആരാണെന്ന് എന്റെ ചെറുക്കലയിൽ വന്ന എന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമോ? ആവേശത്തോടെ മണിക്കൂറുകളോളം ഇരിക്കാൻ സ്ഥലം കിട്ടാറ് ഈ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ മുന്നിൽ പഠിച്ചുകൂടി നിന്നുകൊണ്ട് വാത കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ദുആ സ്വീകരിക്കാത്ത കൂട്ടുകാരൻ ആരെന്നറിയോ? അല്ല തൗബ സ്വീകരിക്കാത്ത കൂട്ടുകാരൻ ആരെന്നറിയോ? കുല്ലു ഉമ്മത്തി മുആഫാ, കുല്ലു ഉമ്മത്തി മുആഫാ, കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ ഉമ്മത്തിന് എല്ലാവർക്കും ഞാൻ പാപം പുറത്തു കൊടുക്കുന്നവനാണ്. ഇല്ലൽ മുജാഹിരീ, ഇല്ലൽ മുജാഹിരീ, മുജാഹിരീങ്ങൾക്കൊഴികെ അവരുടെ പാപം ഞാൻ പുറത്തു കൊടുക്കൂലെന്ന് അല്ല നബി തങ്ങളോട് പറയാണ്. ആരാണ് നബിയെ മുജാഹിരീങ്ങൾ? ആരാ? ചെറുക്കളയിൽ വന്ന ചെറുപ്പക്കാരാ, പഠിച്ചോ. അല്ല ദുആ സ്വീകരിക്കാത്ത, അല്ല പാപം പൊറുക്കാത്ത മുജാഹിരീങ്ങൾ ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവ ഇന്ന മിനൽ മുജാഹറത്തി അയ്യഅമല റജുലു ബില്ലൈലി അമലാ സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈഹി. ആരാണ് മുജാഹിർ എന്നറിയോ? മുജാഹിദ് അല്ല, മുജാഹിർ റായാണ് മുജാഹിർ. ആരാണ് മുജാഹിർ? അവന്റെ പാപമല്ല പൊറുക്കൂല, അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത്ര ആരാണെന്ന് ചോദിച്ചപ്പോ സഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, രാത്രി വ്യഭിചരിച്ചിട്ട് രാവിലെ വന്ന് അതിന്റെ കാര്യം കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്ന തെമ്മാടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി കള്ളുകുടിച്ച്, രാത്രി പാർട്ടി നടത്തി, രാത്രി ബാറിൽ പോയി സുഖവും രസവും നുകർന്നിട്ട് രാവിലെ കൂട്ടുകാരൻ അത് പറഞ്ഞ് രസിപ്പിക്കുന്ന തെമ്മാടിക്ക് അള്ളാഹു പാപം പുറത്തു കൊടുക്കൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കിടയിൽ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കിയേ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ടോ? രാവിലെ കൂട്ടുകാരെ വിളിച്ചിട്ട് പറയും, ഓ ഇന്നലെ എന്റെ പൊന്നളിയ കുറെ കാലം കൊണ്ട് ഞാൻ ഒരുത്തിയുടെ പുറകെ നടക്കായിരുന്നു, ഇന്നലെ റെഡിയായി. എന്നിട്ട് അതിന്റെ സുഖരസങ്ങൾ സുഹൃത്തുക്കൾക്ക് പച്ച ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന തെമ്മാടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൗബ സ്വീകരിക്കൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുജാഹിർ? തലേ ദിവസം ചെയ്യുന്ന തെമ്മാടിത്തരത്തെ അല്ലേ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന തെമ്മാടികളുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കൂല. അത്രേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. മോശമായ കൂട്ടുകെട്ടുണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നൊരു സഹോദര, മോശമായ സൗഹൃദമുണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നൊരു ചെറുപ്പക്കാരാ. ഒരിക്കലും അത് സംഭവിക്കല്ലേ, ഒരിക്കലും അതുണ്ടാവല്ലേ. അബദ്ധത്തിലെങ്ങാനും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യുക എന്നതല്ലാതെ ബാക്കിയുള്ളവരോടത് വിളമ്പിക്കൊടുത്തിട്ട് സ്വയം നാശത്തിന്റെ കുഴി കുഴിക്ക. എന്റെ സഹോദരങ്ങൾ രംഗത്ത് വരുന്ന പെങ്ങന്മാർക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. തലേ രാത്രി സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കൂട്ടുകാരികളുടെ മുന്നിൽ വിശദീകരിക്കുക എന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികൾക്കുണ്ട്. എന്റെ പെങ്ങന്മാരെ, അതൊരിക്കലും നിങ്ങൾ കൊണ്ടു നടക്കല്ലേ, അത് നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സലാസത്തുൽ ലാ യദ്ഖുലുൽ ജന്നത അബദാ. കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് മുത്ത് റസൂൽ ഒരു ഹദീസ് പറയുകയാ, 3 വിഭാഗത്തിനും ഒരിക്കലും സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗത്തിന് ഒരിക്കലും സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗത്തിന് ഒരിക്കലും സ്വർഗ്ഗമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ 3 വിഭാഗത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും നീ പെടുത്തരുതേ അല്ലാ. ഇവിടെ വന്ന സഹോദരിമാരെയും നീ ഉൾപ്പെടുത്തരുതേ അല്ലാ.
മൂന്ന് വിഭാഗം ആരാണ് റസൂലേ, ആരാണ് റസൂലേ? അവർക്കൊരിക്കലും സ്വർഗമില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരയുന്ന സഹാബത്ത് അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നു. യാ റസൂലല്ലാഹ്, ഞങ്ങളതിന്റെ അകത്തുണ്ടോ നബിയേ, ഞങ്ങളതിന്റെ അകത്തുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നവർ റിജ്ലത്തു മിനൻ നിസാ, പുരുഷന്മാരുടെ വേഷത്തിലിരിക്കുന്ന സ്ത്രീകൾ. നബി മുഹമ്മദ് മുസ്തഫ പുരുഷന്മാരുടെ വേഷം പാന്റും ഷർട്ടും ടീഷർട്ടും ഒക്കെയാണ് പുരുഷന്മാരുടെ വേഷം. ഈ വസ്ത്രമാണ് ഇന്ന് പെൺകുട്ടികൾക്ക് ഇഷ്ടം. 10 വയസ്സുള്ള 11 വയസ്സുള്ള കുഞ്ഞുമക്കളൊക്കെ ടീഷർട്ടും പാന്റുമാണ് ധരിക്കുന്നത്. അതവർക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ മുടിയെ വെട്ടിയിട്ട് പുരുഷന്മാരെ പോലത്തെ മുടിയാക്കുക, അതും സ്ത്രീകൾക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുന്ന സ്വഭാവമല്ല. അല്ലാഹുവിനെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞാനൊരു പെൺകുച്ചിന് വേണ്ടി എത്രയോ കാലം കൊണ്ട് പടച്ചവനോട് ദ്വാരപ്പെന്ന് അറിയും. പക്ഷെ ഇപ്പോ ഞാൻ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ദ്വാരപ്പ് നിർത്തി. പേടിയാണ്, തീർച്ചയായിട്ടും പേടിയാണ്. കാരണം പെട്ടെന്ന് മനസ്സ് വശീകരിക്കപ്പെടുകയാണ്. 18 വയസ്സ് വരെ പോറ്റി വളർത്തിയ ഉമ്മയുടെ മുമ്പില് കാമുകന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന പൊന്നുമോളോട് SI ചോദിക്കുകയാണ്, മോളെ നിന്റെ ഉമ്മ സ്റ്റേഷന്റെ മുമ്പ് നിന്ന് കരയുകയാണ്. പൊന്നുമോളെ, ആ ഉമ്മ ഇന്നലെ രാത്രി മുതൽ ഈ സ്റ്റേഷന്റെ മുമ്പ് വന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ മോളെ കണ്ടില്ല എന്ന് പറഞ്ഞ് കരയാണ്. അതുകൊണ്ട് പൊന്നുമോളെ ഉമ്മാന്റെ കൂടെ പോകുന്നു, അതല്ല അശോകന്റെ കൂടെ പ്രദീപന്റെ കൂടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ മോള് രണ്ടാമത് ആലോചിക്കാറ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ഇങ്ങനെ ചൂരൽ കൊണ്ടിങ്ങനെ രാത്രി കൊണ്ടിങ്ങനെ താടിയെ തൊട്ടിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് പറമോളെ. ആ പൊന്നുമോള് പറയുന്നു, എനിക്ക് എന്റെ കാമുകന്റെ കൂടെ പോയാ മതി, എന്റെ ഉമ്മ എന്നെ ജീവിക്കാൻ അനുവദിക്കൂല, എന്റെ ഉമ്മാക്ക് എന്റെ സ്നേഹമല്ല വലുത്. ഇത് പറയുമ്പോ 2 കൈ കൊണ്ട് മാറത്തടിക്കുന്ന ഉമ്മ ഇപ്പൊ വിലപിച്ചിട്ട് അർത്ഥമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അതെ 2 3 പെൺമക്കളെ പ്രസവിച്ചിട്ട് സന്തോഷത്തോടുകൂടി വളർത്തിയാൽ 3 പെൺമക്കളെയോ 2 പെൺമക്കളെയോ സന്തോഷത്തോടെ പ്രസവിച്ചിട്ട് അവരെ വളർത്തിയാൽ അള്ളാന്റെ വിഷയത്തിൽ അവരെ പേടിച്ച് അവർക്ക് ക്യൂടെക്സ് പുരട്ടി കൊടുക്കാറ്, അവർക്ക് ലിപ്റ്റിക് പുരട്ടി കൊടുക്കാറ്, അവർക്ക് ലെഗിൻസ് എന്ന് പറയുന്ന മാസ്മരികമായ മനം മയക്കുന്ന വസ്ത്രം വാങ്ങി കൊടുക്കാറ്, അവരെ കണ്ട പൂരപ്പറമ്പിൽ കൊണ്ടുപോയി കന്നുകാലികളെ പോയി നിരങ്ങാൻ അനുവദിക്കാറ്, അവരെ സുരക്ഷിത വലയത്തിനകത്ത് നിർത്തി അവരെ മര്യാദ പഠിപ്പിച്ച ഉമ്മ. വയുഹ്സിന ഇലൈഹിന്ന, അവർക്കെല്ലാ സൽഗുണങ്ങളും പറഞ്ഞു കൊടുത്ത ഉമ്മ. ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 3 പെൺമക്കളെ പ്രസവിച്ച് സന്തോഷത്തോടെ പോറ്റി വളർത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ഗുണം കൊടുക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് സ്വർഗം തരുമറിയോ? രണ്ടാമത് സ്വർഗത്തിൽ കടക്കാത്ത വിഭാഗമാരെന്നറിയോ? വമുദ്മിനുൽ ഖംരി, കള്ളുകുടിയന്മാരാണ്. ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏറ്റവും മോശമായ സുഹൃത്ത് ബന്ധമുണ്ടാകുന്നത് കള്ളുകുടിയിലൂടെ. റൂമെടുത്ത് ലോഡ്ജിനകത്ത് കൂട്ടുകാരുമൊത്ത് കുടിച്ചു കൂത്താടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം അധികരിക്കുകയാണ്. പൊന്നുമോനെ, അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിൽ എങ്ങനെ ചെറിയ സുഖമൊക്കെ അല്ലാഹു തരും. പരീക്ഷിക്കാനാണ്, വീണുപോകരുത്. പരീക്ഷിക്കാനാണ്, വീണുപോകരുത്. പെട്ടുപോകും ചിലപ്പോ അതിനകത്ത്, അല്ലേ? ഏത് യുവാക്കൾക്കും ഇന്ന് ആഗ്രഹം അതല്ലേ? കള്ളു കുടിക്കുക, സുഖിക്കുക, രസിക്കുക, ജീവിക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഏതിലെങ്കിലും ഒരു വൃത്തികേടിൽ പെട്ടുപോയാൽ അവിടുന്ന് രക്ഷപ്പെടാൻ വലിയ പാടാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കള്ളു കുടിക്കാത്ത ആളാ. ഏറ്റവും നമ്പർ 1 കള്ളുകുടിയനായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തൊക്കെ തെമ്മാടിത്തരം ചെയ്തു. പ്രസവിച്ച പ്രിയപ്പെട്ട പെൺമക്കളെ കുടിച്ചു മൂടാൻ ആർക്കെങ്കിലും മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവരൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുഴിച്ചു മൂടാം, അത്ര തന്റെ ഇടമായിരുന്നു. പക്ഷെ നല്ല ഒരു കൂട്ടുകാരനെ കിട്ടിയപ്പോ, നല്ലൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.
പൂനിലാവഴകാം മദീന പൂമണ വാളന്റെ റൗള പൂങ്കിനാവും പൂനിലാവും പൂത്തിടും ത്വയ്ബാ പൂത്തിടും ത്വയ്ബാ ഖൽബിലായി നിറയുന്നു ദാഹം കണ്ണിലായി എരിയുന്നു മോഹം ത്വഹ വാഴും പൂനിലാവിന് റൗള കാണാനായി റൗള കാണാനായി. അല്ലാഹു ആ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നമുക്ക് തരട്ടെ. ഇത് ലൈറ്റ് പൊട്ടിയതാണ്, ബോംബ് പൊട്ടിയതല്ലേ, നാളെ ഇനി വാട്സപ്പിൽ ഇടല്ലേ, ബാക്കി ചെറുക്കളയിൽ ഒന്ന് പടക്കം പൊട്ടിയെന്ന് പറയല്ലേ. അല്ലാഹു കാക്കട്ടെ. ലൈറ്റ് ചൂടടിച്ച് പൊട്ടിയതാ അല്ലേ? അള്ളാഹു ഇതുപോലെയാണ് പിശാച് നമ്മുടെ കൽബ് പൊട്ടിക്കുന്നത്. ചൂട്, അതാണ് അറ്റാക്ക് വരുന്നത്. കള്ളൊരുപാട് കുടിച്ച് മോശത്തരങ്ങളൊക്കെ ചെയ്ത് അവസാനം അവന്റെ ഹൃദയം നരകത്തിന് വേണ്ടിയിട്ടങ്ങ് പൊട്ടി, നരകത്തിന്റെ ചൂട് കൊണ്ട് പൊട്ടി നരകത്തിൽ കിടന്നെരിയും. അള്ളാഹു നമ്മെ എല്ലാം കാത്തിരക്ഷിക്കട്ടെ. മുത്തറസൂലിനെ കൂട്ടുകാരനായി കിട്ടിയപ്പോ എവിടെ അള്ളാഹുവിന്റെ റസൂൽ എവിടെയെന്ന് ജോലി ചൂരിപ്പിടിച്ച വാളുമായി കടന്നു വന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പ്രവാചക പുങ്കവന്റെ കരട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് ആ പുന്നാർ റസൂലിന്റെ കൂട്ടുകാരനായി മാറിയില്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തത് കള്ളല്ലേ? പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തത് വ്യഭിചാരമല്ലേ? നല്ല കൂട്ടുകാരെ കിട്ടിയപ്പോ മനസ്സിന്റെ കപ്പ് ഹിദായത്തിന്റെ പൂന്തോട്ടം വന്നപ്പോ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് പ്രവാചകന്റെ ചാരത്തല്ലേ? അതുകൊണ്ട് ചെറുക്കലയിൽ വന്ന ചെറുപ്പക്കാരാ, ജീവിതത്തിന്റെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കള്ളു കുടിക്കേണ്ടി വന്നു പോയാൽ തീർച്ചയായും തൗബ ചെയ്തിട്ട് നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹു ഒരുക്കി തരും മോനെ, അല്ലാഹു ഒരുക്കി തരും മോനെ. ഒരാശങ്കയും നിനക്ക് വേണ്ട, ഒരു ഭയപ്പാടും നിനക്ക് വേണ്ട. അങ്ങനെ ഒരു നല്ല സൗഹൃദം പണിയാൻ എന്റെ പ്രിയപ്പെട്ടവർ രംഗത്ത് വരിക. പക്ഷേ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? അദ്ദുയൂസ്, അദ്ദുയൂസ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയെ ഞങ്ങൾക്ക് മനസ്സിലായില്ല, ദുയൂസ് എന്ന് പറഞ്ഞാൽ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുപോലെ അന്നത്തെ സഹാബത്തിനും മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് ദുയൂസ് എന്നറിയോ? എന്റെ ചെറുക്കളയിൽ വന്ന സഹോദരിമാര് പഠിക്കുക, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലിഹി. കുടുംബത്തിന്റെ അകത്ത് ആർക്കും കയറാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന നട്ടല്ലില്ലാത്ത കുടുംബനാഥനാണ് ദുയൂസ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൊരുമിച്ച് വരുമ്പോ ഭാര്യയോട് കറി വിളമ്പാൻ വേണ്ടി വിളിക്കുന്ന ഭർത്താവ്, അവന് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേൾക്കുമ്പോ ഒരു ചെറിയ സംഭവമാണ്. ഇപ്പൊ എന്റെ വീട്ടില് 10 സുഹൃത്തുക്കൾ വന്നു കാസർഗോഡ് നിന്ന്. അവരെ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണെ ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്നിട്ട് അവിടെ ഇച്ചിരി ഭക്ഷണം ഇട്ടുകൊട്, ഇച്ചിരി കറി അവിടെ ഒഴിച്ചുകൊട്, അവിടെ ഒരു പപ്പടം കൊടു, അവിടെ ഒരു പഴം കൊടു എന്ന് പറഞ്ഞ് ഭാര്യയെ അവരുടെ ഇടയിലേക്ക് വിളിക്കുന്ന കോന്തനായ ഭർത്താവിന് അള്ളാന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമാണ് നമ്മൾ ആലോചിക്കുമ്പോ, പക്ഷെ അതിനകത്ത് വലിയ കാര്യമുണ്ട്, അതിനകത്ത് വലിയ രഹസ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അത് ഷോർട്ടായിട്ടത് കത്തുന്നുണ്ടെന്ന് നോക്കി, ലൈറ്റ് ജനങ്ങളുടെ ദേഹത്തേക്ക് വീഴും. ശരിയായില്ലേ? ഇരുന്നോളി, പ്രശ്നമില്ല. അള്ളാഹു ഒരു അപകടം തരാതിരിക്കട്ടെ. ഈ ലൈറ്റ് ആള് കൂടുമ്പോ വേറിന്റെ ഷോട്ട് കൊണ്ടുണ്ടാവണം. ഇനിയെങ്കിലും വാള് വെക്കുമ്പോ വിശാലമായ മൈതാനിയിൽ വെക്കണം കേട്ടോ. എങ്കിലും അടുത്ത വർഷം ചെറുക്കലേ വാളുള്ളൂ. ഈ ജനങ്ങൾ വന്നിട്ട് അവർക്ക് വിഷമുണ്ടാവരുത്. ഇരുന്നോളി. ഇൻഷാ അല്ലാഹ് വേഗം തന്നെ, നമുക്ക് ഒരുപാട് വൈകിക്കൂല. ഈ വിഷയത്തിന്റെ സമാപനം പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്ർ പറഞ്ഞ് ദിക്റും സ്വലാത്തും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അപ്പോ ദുയൂസ് എന്ന് പറഞ്ഞാൽ ആരാ? 10 കൂട്ടുകാരെ വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് സാമ്പാർ വിളമ്പാൻ വേണ്ടി ഭാര്യയെ വിളിക്കുന്ന പെങ്കൂസനായ ഭർത്താവ്. അപ്പൊ കൂട്ടുകാരെല്ലാരും നോക്കുമ്പോ അതിന് കാത്തിരിക്കല്ലേ നമ്മുടെ താത്തമാരെ വിളിക്കുമ്പോ ഇറങ്ങാൻ വേണ്ടി. ഇറങ്ങരുത്. നിങ്ങൾ പറയണം, ഇക്കാനോട് പറയണം, എന്താ മനുഷ്യൻ നിങ്ങൾ അങ്ങനെ കാണിക്കുന്നത്, എന്താ മനുഷ്യൻ നിങ്ങൾ അങ്ങനെ പറയണേ? ഞാൻ പുറത്തിറങ്ങൂല. നിങ്ങളുടെ കൂട്ടുകാരെ വന്നെങ്കിൽ അടുക്കളയ്ക്കകത്ത് എന്തു വേണോ എല്ലാം ഞാൻ ചെയ്ത് തയ്യാറാക്കി തരാം, പക്ഷെ പുറത്തേക്ക് വിളമ്പാൻ ഞാൻ ഇറങ്ങൂല. സന്തോഷത്തോടുകൂടി ഭാര്യ പറയണം. അതാണ് ഈമാനുള്ള പെണ്ണ്. അല്ലാതെ അവർക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു കൊടുക്കലല്ല.
സഹോദരിമാരെങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആടിക്കുഴഞ്ഞ് സാമ്പാറും കൊണ്ടുവരുമ്പോ കൂട്ടുകാർക്ക് നീ സാമ്പാർ ഒഴിച്ചു കൊടുക്കും. നീയും നിന്റെ ഭർത്താവും സാമ്പാറിലേക്ക് നോക്കും, കൂട്ടുകാരുമൊത്തോ നിന്റെ കഷണങ്ങളിലേക്ക് നോക്കും. ഇതാണ് സംഭവം വീട്ടിൽ നടക്കാൻ പോകുന്നത്. ഇത് വെറും തമാശയാണെന്ന് കരുതണ്ട. എല്ലാവരുടെ വീട്ടിലും ഇത് സംഭവിക്കും, എല്ലാവരുടെ ഭവനത്തിലും ഇത് സംഭവിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ പെണ്ണ്, നമ്മുടെ ഭാര്യ, നമ്മുടെ പെമ്മക്കള്, നമ്മുടെ ഉമ്മ, അവർക്കൊക്കെ ഒരു പ്രത്യേകമായ നിലവാരം നമ്മൾ കൊടുക്കണം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീട്ടിനകത്തുള്ള നിയന്ത്രണം നമ്മൾ എപ്പോഴും ഒരു അതിർവരമ്പ് വെച്ചിരിക്കണം. എല്ലാവർക്കും അടുക്കള കയറി നിരങ്ങാനൊന്നും സ്വാതന്ത്ര്യം കൊടുക്കുക. ഞാനിപ്പോ എത്രയോ വീട്ടിൽ പോകുന്നുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോടൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു നോക്കുക, നൗഷാദ് വാക്കവി നിങ്ങളുടെ വീട്ടിന്റെ അടുക്കളയിൽ കിടന്ന നിരങ്ങലുണ്ടോ എന്ന്. അങ്ങനെ കയറരുത്. എവിടെ ചെന്നാലും ഒരു നിയന്ത്രണം നമുക്ക് വേണം. നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള തൗഫീക്ക് നമുക്ക് തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല, സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നവരെ ആട്ടിയോടിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ നല്ല സൗഹൃദത്തിനാണ് പടച്ചവന്റെ മുമ്പിൽ വിലയുള്ളത്, നല്ല കൂട്ടുകെട്ടിനാണ് അല്ലാഹുവിന്റെ കോടതിയിൽ വിലയുള്ളത്. അല്ലാഹു സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ 10ഓളം വരുന്ന പ്രിയപ്പെട്ട സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. ബക്കരും وعن علي وعن عثمان ذي الكرم مولاي صل وسلم. അൽഹംദുലില്ലാഹ്. കാസർഗോഡ് ജില്ലക്കാർ ഇങ്ങനെ ചൊല്ലുന്ന കേൾക്കുമ്പോ സന്തോഷമാണ്. സഈദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വബി ഉബൈദത്തിൻ വബിനിയോ ഫിൻ ആശിരിൽ കറമി മൗലായ സല്ലി വസല്ലം. നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്. 10 കൂട്ടുകാരുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, എന്റെ സഹോദരാ, നമ്മുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടില്ല, പറയില്ല. കാലം ഒരുപാട് കഴിഞ്ഞുപോയി, ആ നബിയെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നല്ല കൂട്ടുകെട്ടുണ്ടാക്കണം ചെറുപ്പക്കാരാ. സർക്കളയിൽ വാത് കഴിഞ്ഞു പോകുമ്പോ സ്വർഗതുല്യരായ സൗഹൃദത്തിന്റെ ഉടമകളായി മാറുക. നിങ്ങൾക്ക് ആർക്കും എന്നോട് വെറുപ്പ് തോന്നരുത്. കള്ളുകുടിയനായ കൂട്ടുകാരനെ ഇന്നു മുതൽ നിനക്ക് വേണ്ട. മന്നബഅദില്ല. അല്ലാഹുവിന് വേണ്ടി നിങ്ങളവനെ വെറുക്കാം, അല്ലാഹുവിന് വേണ്ടി നിങ്ങളവനെ വെറുക്കണം. വിചാരിയായ കൂട്ടുകാരനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നീ എന്നോട് കൂട്ടുകൂടാൻ പാടില്ല, നിന്റെ ദുർഗുണം എനിക്ക് പ്രശ്നമാണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിന് തടസ്സമാണ്. അതുകൊണ്ട് നിസ്കാരമില്ലാത്തവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ, നിസ്കാരമില്ലാത്ത കൂട്ടുകാരന്റെ കൂടെ കറങ്ങുന്നവന്റെ അദാബത്രയാണ്. വേണ്ടെന്ന് തീരുമാനിച്ചോ, ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും സംഭവിക്കില്ല. ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. ഉസ്താദേ, നിങ്ങളെ ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന് തസ്ലീം എന്ന പള്ളങ്കോടുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് അവന്റെ നിക്കാഹിന്റെ പ്രതിസന്ധികളെ മറന്നുകൊണ്ടാ വീട്ടിലേക്കൊന്നു പോയി ദ്വാരുന്നത്. കബീർ ഉസ്താദ് ഇവിടെ പോയത്, ഉദവി ഉസ്താദ് ഇവിടെ പോയത്, അവര് അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതുകൊണ്ടാണ്. പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടി പണം നോക്കാറ്, പദവി നോക്കാറ്, സ്ഥാനമാനം നോക്കാറ്, അധികാരം നോക്കാറ് നിഷ്കളങ്കമായി പ്രേമിക്കുന്ന മക്കൾക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ വിലയാണ്. ആ ഒരു നന്മയ്ക്ക് വേണ്ടി ഇറങ്ങി വരണം എന്റെ ചെറുക്കളയിലെ ചെറുപ്പക്കാരാ. എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് നല്ല കൂട്ടുകാരെ മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നല്ല കൂട്ടുകാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരാള് പാവപ്പെട്ടവനും ഒരാൾ പണക്കാരനുമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാണ്. കൂട്ടുകൂടണം. പണക്കാരൻ പാവപ്പെട്ടവനുമായി കൂട്ടുകൂടുമ്പോ തന്നെ ആ സൗഹൃദത്തിന്റെ ഇഖ്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ കാല് തെറ്റിയിട്ടൊന്ന് വീണു. വീട്ടിന്റെ അകത്ത് ചെന്ന് കിടന്ന് വേദന അസഖ്യമായി ഇങ്ങനെ വിഷമിക്കുമ്പോൾ, തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ
അസ്സലാമു അലൈക യാ ഹബീബ്. ഒരു സലാം കേൾക്കുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് അബൂബക്കറിന്റെ ശബ്ദമല്ലേ? അതെ ബഹുമാനപ്പെട്ടവരെ, അതെ. അവിടുന്ന് വാതിലൊന്ന് തുറന്നാൽ അകത്തേക്ക് വരാമായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വാതിൽ തുറക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ശരീരത്തിന്റെ ക്ഷീണം കുറവുണ്ടോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറേ, ഞാൻ തളർന്നു വീണു എന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെന്തോ സംഭവിക്കുന്ന പോലെ എന്റെ മനസ്സിൽ തോന്നിപ്പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടി വന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എത്ര നല്ല കൂട്ടുകെട്ടാണ് ഇവർ രണ്ടുപേരും സ്വർഗത്തിലാണെന്ന് അവരുടെ ജീവിതകാലത്തിൽ തന്നെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബന്ധം നമുക്ക് വേണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ പ്രിയപ്പെട്ട സ്വഹാബികളെല്ലാം പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവരാണ്. ഞാൻ എന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരോട് പറയുകയാണ്, തിരുവനന്തപുരത്തുള്ള നൗഷാദ് വാക്കവി കാസർഗോഡ് ജില്ലയിലെ ചില ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നത്, ചില കൂട്ടുകാരെ സ്നേഹിക്കുന്നത് എന്തിനാണ്? എന്റെ പ്രിയമുള്ളവരെ, സംഘടനാ വളർച്ചയ്ക്ക് വേണ്ടിയല്ല, രാഷ്ട്രീയത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയല്ല, നോട്ടുകെട്ടുകളുടെ ഗാംഭീര്യത്തിന് വേണ്ടിയല്ല, പിന്നെയോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്ന നല്ല കൽബിന്റെ ഉടമകളായ മക്കളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുക, വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നവരാണെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തിയിട്ട് പറയുക. അവിടെയാണ് ചെറുപ്പക്കാരാ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചില സഹോദരങ്ങളൊക്കെ ഞാൻ നടത്തുന്ന ആതുരാലയത്തിൽ വരലുണ്ട്. അവിടെ വന്നിട്ട് രോഗികൾ ഇരിക്കുന്ന വീൽ ചെയറിലൂടെ അവരെ ഉന്തിക്കൊണ്ട് മലമൂത്ര വിസർജനത്തിന് കൊണ്ടുപോവലുണ്ട്, അവർക്ക് ഭക്ഷണം വാരി വെച്ചു കൊടുക്കലുണ്ട്. അത് നമ്മൾ ചെയ്യണം മോനെ. എപ്പോഴാണ് തളർന്ന് തകർന്ന് നമ്മൾ കിടന്നു പോകുന്നതെന്നറിയില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ സമ്പ്രദായത്തിൽ ഇടപെട്ടുകൊണ്ട് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നല്ല കൂട്ടുകാരെ കിട്ടുന്നത് പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകാരെ കിട്ടുന്നത് കമ്പോളത്തിൽ നിന്നാണ്. നല്ല കൂട്ടുകാരെ കിട്ടുന്നത് പള്ളിയിൽ നിന്നാണ്. നിസ്കരിക്കാൻ പോകണം പള്ളിയിൽ, അപ്പൊ പരിചയപ്പെടും. അസ്സലാമു അലൈക്കും, ഞാൻ ഇവിടെ അടുത്താ താമസിക്കും. അങ്ങനെയാണ് നല്ല കൂട്ടുകാരെ. ഇപ്പോ റിയാസ് കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരൻ വേറൊരു നാട്ടിൽ നിന്ന് മാഹിക്കടുത്ത കുഞ്ഞിപ്പള്ളിയിൽ വന്ന് താമസമാകുമ്പോ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോയി, പള്ളിയുടെ കാര്യത്തിൽ ഇടപെട്ടു. ഇങ്ങനെ ഒരു സഹോദരനുണ്ട്. അങ്ങനെ പരിചയപ്പെട്ട സുഹൃത്തുക്കളായി ഇപ്പോ ആ മഹലിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായി മാറി. ഇപ്പൊ അവിടുത്തെ ദീനീ പ്രവർത്തകനായി മാറി. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക, സയ്യിദന്മാരുണ്ടെങ്കിൽ അവരെ ആദരിക്കുക, അവരുമായി ബന്ധപ്പെടുക. ഇവിടെ ഒരു അനീഫ തങ്ങളുണ്ട്, ഈ സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്, സ്റ്റേജിലേക്ക് വരണം എന്ന്. അവിടെ വന്നറിയാം ഉമ്മാക്ക് ബഹുമാനപ്പെട്ട ആ പ്രിയപ്പെട്ട അനീഫ തങ്ങള്, അദ്ദേഹം ഇതിന്റെ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഈ സ്റ്റേജിന്റെ അടുത്ത് വരണം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ചെറിയൊരു അസ്വസ്ഥതയുണ്ട് എന്ന് അറിയിച്ചു സംഘാടകര്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവർ വന്ന് ആ വിഷയം സംഘാടകരുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് എന്താണെന്ന് അന്വേഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് കമ്പോളത്തിൽ നിന്നാണ്. കമ്പോളം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ഷോപ്പിംഗ് മാളൊക്കെ അതിനകത്ത് പെടും. അന്ന് പിന്നെ ഷോപ്പിംഗ് മാൾ ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോ അത് തന്നെയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നല്ല കൂട്ടുകാരുണ്ടാകുന്നത് അൽഹംദുലില്ലാഹ് പള്ളിയിൽ നിന്നാണ്, മോശമായ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത് കമ്പോളത്തിൽ നിന്നാണ്, മാർക്കറ്റിൽ നിന്നാണ്, ചന്തകളിൽ നിന്നാണ്. അപ്പൊ പള്ളിയുമായി ബന്ധം പുലർത്തുന്നവർക്ക് അർശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ ആ വിഷയത്തിലൊന്നും വലിയ താല്പര്യം കാണിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ഒരു സുഹൃത്തു വലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ നാടിന് നന്മക്ക് വേണ്ടി, പിന്നെ വളരെ ശ്രദ്ധിക്കണം, ഇരു തീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. രണ്ട് സ്ത്രീകൾ നമ്മൾ ഒരിക്കലും ചേരൂല, വലിയ പ്രയാസമാണ്.
ചേരണം, സന്തോഷത്തോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11 ഭാര്യമാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുമിച്ച് ചേർന്നു പോയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകർന്നു കൊടുത്ത മനസ്സിന്റെ നന്മയുടെ പേരിലാണ്. ആ 2 കാര്യം കൂടി പറഞ്ഞു. പള്ളിയുമായി ബന്ധപ്പെട്ട നല്ല കൂട്ടുകെട്ടിനെ കിട്ടും, കമ്പോളവുമായി ബന്ധപ്പെട്ട വൃത്തികെട്ട കൂട്ടുകെട്ടിനെ കിട്ടും. വൃത്തികെട്ട കൂട്ടിനെ കിട്ടാതിരിക്കാൻ വേണ്ടി 10 ലക്ഷം നന്മയുടെ കൂലി കിട്ടുന്ന ഒരു ദിക്ർ അതിന്ന് പറഞ്ഞ് എന്നിട്ട് ഇൻഷാ അല്ലാഹ് സമാപനം നമുക്ക് കുറെ ദിക്റും സ്വലാത്തും ചൊല്ലാനുണ്ട്. അത് ചൊല്ലി നമുക്ക് ദുആരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 കൂട്ടുകാർക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയുമായി ഹൃദയത്തെ ചേർത്തു വെച്ചവരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഇത്തികാഫിരിക്കുമ്പോഴാണ് ഒരു പാവപ്പെട്ട സഹോദരൻ ആ പള്ളിയുടെ ഭാഗത്തിരുന്ന് കരയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചാരത്ത് എന്നിട്ട് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ കരയുന്നത്? ആ സഹോദരൻ പറഞ്ഞു, തങ്ങളെ ഞാൻ ഒരാൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്, ഇന്ന് കൊടുക്കുമാന്ന് പറഞ്ഞിരുന്ന സമാപന ദിവസമാണ് തങ്ങളെ. അതുകൊണ്ട് തങ്ങളെ ആ സഹോദരനെ വേണ്ടപ്പെട്ട ആരെങ്കിലും പോയി സംസാരിക്കാറ്, വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് പോയി സംസാരിക്കാറ്, എന്റെ ഡേറ്റ് അയാള് നീട്ടിത്തരില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് പുറത്തിറങ്ങുകയാണ്. ഞാൻ സംസാരിച്ചാ മതിയോ? ആ മനുഷ്യൻ പറഞ്ഞു, അതേ തങ്ങളെ, മതി തങ്ങളെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുകയാണ്. ആ മനുഷ്യന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് അവന്റെ വിഷമം പരിഹരിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് അദ്ദേഹം ചോദിക്കുന്നു, തങ്ങളെ, പള്ളിക്കകത്ത് എഴുത്തിക്കാവിരിക്കുന്നവൻ മനുഷ്യന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയാൽ അവന്റെ എഴുത്തിക്കാവിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്തെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ അടിമയുടെ ഒരു വിഷമം പരിഹരിക്കാൻ വേണ്ടി, വിഷയം പരിഹരിക്കാൻ വേണ്ടി അവന്റെ കൂടെ വിരൽത്തുമ്പ് പിടിച്ച് നടന്നുപോയാൽ അല്ലാഹുവേ പടച്ചവനെ, 1000 മാസം പള്ളിക്കകത്ത് എഴുത്തിക്കാവുന്ന കൂലി അല്ലാഹു അവന് കൊടുക്കുമെന്ന ഒരു സുഹൃത്തിന്റെ വിഷമം പരിഹരിക്കാൻ വേണ്ടി പോയാൽ 1000 മാസം എഴുത്തിക്കാവുന്ന കൂലി അല്ലാഹു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയിൽ വെച്ച് കണ്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് എന്റെ ജീവിതത്തിൽ നന്മ പറഞ്ഞിരുന്ന ഏറ്റവും നല്ല കൂട്ടുകാരെന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ. മരണം വരെ തന്റെ സഹചാരികളോട് പറയുമായിരുന്നു. അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യം പറയുകയാണ്. വലാ തഹാസദൂ, നിങ്ങൾ കൂട്ടുകൂടുമ്പോ പരസ്പരം നിങ്ങൾ അസൂയ വെക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരുപോലെ പണം അല്ലാഹു കൊടുക്കൂല, എല്ലാവർക്കും ഒരുപോലെ സൗന്ദര്യം അല്ലാഹു കൊടുക്കൂല, എല്ലാവർക്കും എല്ലാം ഒരുപോലെ അല്ലാഹു കൊടുക്കൂല. അതുകൊണ്ട് അസൂയ വെക്കാൻ പാടില്ല. വലാ തഹാസദു, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹത്തബ. തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ നമ്മുടെ നന്മകളെ തിന്നും. ഒരു കൂട്ടുകാരന് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അവന് നല്ല കഴിവുണ്ട്, അത് കണ്ടിട്ട് അസൂയ വെച്ച് അവൻ നശിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കാൻ പാടില്ല. വലാ തനാജസു വലാ തദാബറു വലാ തബാലു, പരസ്പരം നിങ്ങൾ കോപിക്കാൻ പാടില്ല, കൂട്ടുകാർ തമ്മിൽ ദേഷ്യപ്പെടാൻ പാടില്ല, വൃത്തികേടുകൾ പറയാൻ പാടില്ല. വഖൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സഹോദരങ്ങളാവുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അൽഹംദുലില്ലാഹ്. പിന്നെ ഇത്രയും ആളുകൾ എല്ലാവർക്കും കൊടുത്തു, നിൽക്കുന്നവർക്ക് കൊടുത്തു. എത്ര പൊതി ഉണ്ടാവുന്നാലും ഏകദേശം 15,000 ഭക്ഷണ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നാളെ രാവിലെ ചെറുക്കളയിൽ വരും ഭക്ഷണം വാങ്ങാൻ. 15,000 ഭക്ഷണ കിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാള് 2 കിറ്റ് വാങ്ങരുതെന്ന് എഴുതി തന്നിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കടമാവുമല്ലോ. ഒരുപാട് ഇത്രയും സഹോദരിമാർക്ക് എല്ലാവർക്കും കൊടുത്തില്ലേ?
വരം കൊടുത്തു. ഇനിയിപ്പോൾ ഭക്ഷണം ആറാതെ നമുക്ക് കഴിക്കാം, വലിയ പ്രയാസമൊന്നും പറയണം. ഞാൻ വേഗം തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം സമാപന ദിവസത്തിന് മുമ്പുള്ള ഒരു ദിവസം കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എങ്കിൽ ഈ ഭക്ഷണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വഅദ് പറയാനും ദുആ ചെയ്യാനും ഒക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടാവും എല്ലാവർക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് വൈകിക്കൂല. പക്ഷെ ഞാൻ ഈ പറയുന്നത് ആരെങ്കിലും അങ്ങനെ വാങ്ങുന്നെങ്കിൽ അത് ഒഴിവാക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, ഭക്ഷണത്തിന്റെ മാറ്റ് കൂടുന്നത് കൊണ്ടല്ലേ, ഇതൊരു ബറക്കത്തല്ലേ. ഇത്രയും ജനങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കേസാണ്. എത്ര സമയം തുടങ്ങിയിരിക്കണം. അള്ളാഹുവേ, ഇത് കിറ്റിലാക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെടണം. ഞാനിപ്പോ ഇന്നലെ വയനാട് പ്രസംഗിച്ചത് സ്പർശം എന്ന് പറയുന്ന സംഘടനയുടെ ചെറുപ്പക്കാരാണ്. അവിടെ കല്യാണ ഓഡിറ്റോറിയത്തിൽ പോയി ബാക്കി വരുന്ന ഭക്ഷണത്തെ ചെമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് പാവപ്പെട്ടവർ താമസിക്കുന്ന വീടുകളിൽ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. അതാണ് അവരുടെ ജോലി. നിങ്ങളൊക്കെ ധരിച്ച വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മോഡൽ മാറി പഴകിപ്പോയി എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോ ആ വസ്ത്രം അവരവരുടെ വലിയ സമ്പന്നരുടെ വീട്ടിൽ പോയി വാങ്ങി കഴുകി തേച്ച് സുഗന്ധം പുരട്ടി ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് അവരുടെ പരിപാടി. അപ്പൊ ഇത് ഒരു വലിയ പുണ്യമാണ്. ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമാണ്. അത് എല്ലാ വർഷവും നടത്താൻ അള്ളാഹു സംഘാടകർക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ദുആ ചെയ്താലും മതി വരില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെറുക്കലയിൽ ഈ സംഘാടകർക്ക് വഅദ് പറയാൻ വേണ്ടി വരുന്നതെങ്കിലും എത്രയോ സദസ്സ് ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവർ കാണിക്കുന്ന ഈ സമീപനം, അവരുടെ താല്പര്യം. ഒരിക്കലും ഇതൊരു മാതൃകയാക്കിയിട്ട് നമ്മുടെയൊക്കെ മഹലിൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും പിരിവില്ലാത്ത ഒരു വാദം, പിരിവുള്ള വാദം നടക്കട്ടെ, പിരിവില്ലാത്ത ഒരു വാദം. എനിക്ക് തന്നെ അത് കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഞങ്ങളെ പിരിവുള്ള വാദിനെ വിളിക്കുള്ളൂ. ബാക്കിയുള്ള ഉസ്താദന്മാർ പ്രസംഗിച്ചിട്ട് പിരിക്കാതെ. ഇപ്പൊ കബീർ ഉസ്താദും ഞങ്ങളൊക്കെ ആണെങ്കിൽ പിരിക്കും. ബാക്കിയുള്ള ഉസ്താദന്മാർ വരുമ്പോൾ പിരിവ് നടത്തുമെങ്കിൽ, ചിലപ്പോൾ പിരിവ് നടന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് പിരിവില്ലാതെ വാദം പറയിപ്പിക്കും, ഞങ്ങളെ കൊണ്ട് പിരിവ് നടത്തി വാദം പോലെ. അപ്പൊ ഇതുപോലെ വിഷയങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. പക്ഷെ ഇന്ന് വിഷയത്തിന്റെ സമാപനത്തിലേക്ക് വരികയാണ്. കമ്പോളത്തിലേക്ക് നിങ്ങൾ കയറുമ്പോ ആയിരക്കണക്കിന് പിശാച് നിങ്ങളെ മാടി വിളിക്കും. മാർക്കറ്റിലേക്ക് കയറുമ്പോ, ഷോപ്പിംഗ് മാളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ, ലിഫ്റ്റിലൂടെ കയറി പോകുമ്പോ നിറച്ച് ശൈത്താൻ പല ഭാഗത്തുണ്ടാവും. ഒരുത്തനെയെങ്കിലും ഒന്ന് വലയിൽ വീഴ്ത്താൻ അവരിയ്ക്കും. ഒന്നെങ്കിൽ ബിവറേജിന്റെ കുപ്പിയിരിക്കുന്നത് കാണും, കയറി നടന്നു പോകുന്നത് കാണും. ആ സമയത്തറിയാതെ നിന്റെ കണ്ണ് ഉടക്കി പോകുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ഹറാം സംഭവിക്കാതിരിക്കാൻ, നടക്കാതിരിക്കാൻ ഈ പറയുന്ന ദിക്ർ നീ ഭംഗിയോടെ ചൊല്ലുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ സാധാരണ നിങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്ത ദിക്റിന്റെ വാക്കുകൾ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് എന്നതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനൊരു അടുക്കും ചിട്ടയും കൊടുത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരുമ്പോ അത് കൃത്യമായി നിങ്ങൾ ചൊല്ലിയാൽ 10 ലക്ഷം പുണ്യം ചെയ്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലാഹുവേ, എപ്പോഴാണ് മരണപ്പെട്ടത് പോകുന്നതെന്ന് പറയാൻ കഴിയാത്ത എന്റെ ചെറുക്കളയിൽ വന്ന ചെറുപ്പക്കാരാ, കാഞ്ഞങ്ങാട് അരിഞ്ഞാല് ഞാൻ അതിന് വന്നപ്പോ ആ സ്റ്റേജിലുണ്ടായിരുന്ന സഹോദരനാണ്. അന്ന് രാത്രി തന്റെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങിയിട്ട് പിന്നെ കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ടില്ല. അല്ലാഹുവേ, പിറ്റേന്ന് രാവിലെ ഹദ്ദാദ് നഗറിലെ സലീം എന്ന് പറയുന്ന സഹോദരൻ ഉൾപ്പെടെയുള്ള എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അവസാന കസേരയും പറക്കിയെടുക്കുന്നത് വരെ അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഉസ്താദേ. അവസാന സമയം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഉസ്താദേ. പക്ഷേ അവൻ അവസാനം മരണപ്പെട്ടു പോയി. 6 മാസത്തിനു ശേഷം ആ സഹോദരന്റെ പൊന്നുമോളെ കല്യാണമാണ്. ഞാൻ ആ സഹോദരനെ ഒരു മജ്‌ലിസിലും മറന്നിട്ടില്ല. അല്ലാഹുവേ, ആ കുടുംബത്തിന് തണല് കൊടുക്കണേ അല്ലാ. എന്റെ ചെറുക്കളയിൽ വന്ന സഹോദരങ്ങളെ, 10 ലക്ഷം നന്മ കിട്ടുന്ന ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരുമ്പോ പടച്ചവനെ, ഈ മജ്‌ലിസിൽ വന്ന് നിന്ന് ഇരുന്ന് ഇരിക്കാനും നിൽക്കാനും ഇടമില്ലെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സഹിച്ച് ആ ദിക്ർ ചൊല്ലുന്ന പാവപ്പെട്ട ഞങ്ങൾക്കല്ലാ, എന്റെ പെങ്ങളെ, ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് ഇത്രത്തോളം വലിയ പുണ്യം കിട്ടുമെങ്കിൽ ആ പുണ്യം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ അഭിമാനത്തോടെ നിങ്ങൾ ദുആ രക്കുക.
അല്ലാഹുവേ പടച്ചവനെ, നിന്റെ മുത്തു റസൂൽ നാവുകൊണ്ട് പറഞ്ഞ പുണ്യമല്ലേ, നിന്റെ അല്ലാഹുവിന്റെ ഹബീബ് നാവുകൊണ്ട് പറഞ്ഞ പുണ്യമല്ലേ, ആ പുണ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് തരികയാണ്. സന്തോഷത്തോടെ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് നമുക്ക് കൂട്ടായിട്ട് ഇവിടെ ദുആരക്ക. സർവശക്തനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, നിന്റെ ആരംഭ റസൂൽ പറഞ്ഞതിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പാവപ്പെട്ടവരാണ് ഞങ്ങള്. അല്ലാഹുവേ, മാരക രോഗമാകുന്ന ക്യാൻസറിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കിടത്തിയിട്ട് ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുകയാണ്, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യുവാക്കളാണ്. അതുകൊണ്ട് നല്ല സൗഹൃദമുണ്ടാക്കിയാൽ നിന്റെ മയ്യത്ത് കട്ടിൽ ചുമന്നു കൊണ്ടുപോകുമ്പോ കണ്ണീരൊഴുക്കിയിട്ട് എന്റെ കൂട്ടുകാരെന്ന് പൊറുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാ ചെറുപ്പക്കാരുണ്ടാകും. വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സുവദി മാറടാ, വല്ലൽ നബി മഹ്മൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ശഫീഉള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരടാ, ഖൈറുൽ വറ നബിയാർ കുളത്തീന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് നിലത്തോട്ടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്കു മാമവ് പൊട്ടിയുളമട്ടെ. സുബ്ഹാനല്ലാഹ്. ഹംസാ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീര സകലങ്ങൾ കഷണങ്ങളായി ഉഹുദിന്റെ മണ്ണിൽ തെറിച്ചു വീണപ്പോ ഒരു വിഭാഗം ചെറുപ്പക്കാരാകുന്ന സഹാബികൾ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന കൂട്ടുകാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചിതറിപ്പോയി നബിയേ എന്ന് മുത്തുനബിയോട് ചങ്ക് പൊട്ടി പറഞ്ഞു കൊടുത്തെങ്കിൽ ആ പ്രിയപ്പെട്ട സഹാബാ കിറാം മുഴുവനും ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ പരലോകത്തെ ഉന്നതമായ സ്ഥാനത്തിനും പദവിക്കും ദ്വാരം പോലെങ്കിൽ ചെറുക്കലയിലെ പൊന്നുമോനെ, ഇന്നത്തെ പ്രസംഗം കൊണ്ട് നിനക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ നേട്ടം എന്തെന്നറിയോ? നീ മരിച്ചുപോയാ നിനക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മക്കളല്ല, ഭാര്യയല്ല, ഉമ്മയല്ല, വാപ്പയല്ല, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഈമാനുള്ള കണ്ണുനീര് നനഞ്ഞ താടി രോമങ്ങളുള്ള ഒരു നല്ല കൂട്ടുകാരനെ വാർത്തെടുക്കലാണ്. അതിനുവേണ്ടി ദിക്ർ നീ ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ ബറക്കത്തുള്ള ദിക്റിന്റെയും ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു വിശ്വാസിയുടെ സമരത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. അവസാന സമയത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് നമ്മൾ മരിക്കേണ്ടത്. അല്ലാഹു ആ തൗഫീക്ക് തരട്ടെ.